മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Gospel of Saint Matthew chapter 6 verses 9 to 13. മത്തായി 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശബ്ദം ഉയർത്തി നമുക്ക് ശക്തിയോടെ വായിക്കാം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഇന്ന് രാത്രി ഈ 3 ദിവസങ്ങൾ നമ്മൾ ഈ വേദഭാഗത്തിൽ നിന്നാണ് കേൾപ്പാൻ വേണ്ടി പോകുന്നത്. 9 കാര്യങ്ങളാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ദൈവകൃപയാൽ ഓരോ സെഷനുകളായി നമുക്ക് പ്രസംഗിപ്പാൻ കഴിയുന്നത്. 9 എന്ന് പറയുന്നത് നിറവിൻ്റെ സംഖ്യയാണ്. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും ഒഴിഞ്ഞവനല്ല. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ കൃപയാൽ നിറയുന്നവനാണ്. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു എന്ന് ഉഴപ്പുന്നവനല്ല പറവാൻ കഴിയുന്നത്, പകരം പ്രാർത്ഥിക്കുന്നവനാണ് പറവാൻ കഴിയുന്നത്. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ 9 കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവ് രാത്രി നാം കേൾക്കുന്നതായ വിഷയം ഇതാണ്. സ്തോത്രം. 13-ാം വാക്യം: ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഈ ദൂതിൻ്റെ തലക്കെട്ടതാണ് ഗാഡ് ഹൂ ഡെലിവേഴ്സ്. വിടുവിക്കുന്നവനായ ദൈവം, വിടുവിക്കുന്നവനായ ദൈവം. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞില്ല? ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ദൈവം വിടുവിക്കുന്നവനാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയാൽ നിങ്ങളെ കാണുവാൻ, നിങ്ങൾക്കായി ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയതായ സമയം ഒരു ഭാഗ്യമായി, പദവിയായി കരുതുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എല്ലാവർക്കും തന്നെ വായിച്ചു എങ്കിലും കാണാതെ പറവാൻ കഴിയുന്നതായ ഒരു വിശുദ്ധ വേദഭാഗമാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന എന്നാണ് നമ്മൾ ജനിച്ചത് തുടങ്ങി ഈ വേദഭാഗത്തെക്കുറിച്ച് നാം സ്തോത്രം പറയുന്നത്. 23-ാം സങ്കീർത്തനം നമുക്ക് കാണാതെ അറിയാം. അതുപോലെ 118-ാം സങ്കീർത്തനം ചിലർക്ക് കാണാതെ അറിയാം. 121-ാം സങ്കീർത്തനം മിക്കവാറും പലർക്ക് കാണാതെ അറിയാം. ഇതുപോലെ ചെറുപ്പം മുതലേ വളരെ സുപരിചിതമായി കാണാതെ പറയുന്ന ട്രഡീഷണൽ ചർച്ചസിൽ, പാരമ്പര്യ സഭകളിൽ എല്ലാ ഞായറാഴ്ചയും കാണാതെ പ്രാർത്ഥനാ സമയത്ത് പറയുന്നതായ ഈ പ്രാർത്ഥനയ്ക്ക് 3 തലക്കെട്ടുകളാണ്, അല്ലെങ്കിൽ 3 പേരുകളാണ് പറവാൻ കഴിയുന്നത്. ഒന്ന് കർത്താവിൻ്റെ പ്രാർത്ഥന, ഒന്ന് ലോർഡ്സ് പ്രേയർ, കർത്താവിൻ്റെ പ്രാർത്ഥന. നമ്പർ 2, രണ്ടാമത് യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതുകൊണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ പേര് ശിഷ്യന്മാരുടെ പ്രാർത്ഥന. ശിഷ്യന്മാരുടെ പ്രാർത്ഥന. ഒന്ന് കർത്താവിൻ്റെ പ്രാർത്ഥന, മറ്റൊന്ന് ശിഷ്യന്മാരുടെ പ്രാർത്ഥന. മാത്രമല്ല, പഠിപ്പിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, ഇമ്മാതിരി ഇതുപോലെ പ്രാർത്ഥിപ്പിൻ. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് 3ാമത് ഒരു പേര് നൽകിയാൽ മാതൃക പ്രാർത്ഥന. ആരും സ്തോത്രം പറയാത്തത് കൊണ്ട് ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. കർത്താവിൻ്റെ പ്രാർത്ഥന, ശിഷ്യന്മാരുടെ പ്രാർത്ഥന, മാതൃക പ്രാർത്ഥന. അതെ, പ്രാർത്ഥിക്കുന്നവൻ മാത്രമേ ജയിക്കത്തുള്ളൂ. വേദപുസ്തകം എന്ന് പറയുന്നത് കോട്ടങ്ങളുടെ പുസ്തകം അല്ല, വേദപുസ്തകം നേട്ടങ്ങളുടെ പുസ്തകമാണ്. ആരെങ്കിലും എന്തെങ്കിലും നേടിയെങ്കിൽ മൈക്കം പിടിച്ച് വാചകം അടിച്ചത് കൊണ്ടല്ല നേടിയത്, പകരം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നേടിയത്.
ഈ കാലഘട്ടത്തിലും ശുശ്രൂഷകൾ വളരണമെങ്കിൽ, ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, കുടുംബങ്ങൾ പണിയപ്പെടണമെങ്കിൽ, തലമുറകൾ വിശാലതയിൽ എത്തണമെങ്കിൽ, എന്ത് ആത്മീയ, അതേ ശാരീരിക മാനസികമായ ക്രമീകരണങ്ങളും വിടുതലുകളും കരുതലുകളും നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. വേദപുസ്തകത്തിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ പ്രാർത്ഥിച്ചവർ ജയിച്ചതായി നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. അബ്രഹാം പ്രാർത്ഥിച്ചു, ലോത്ത് വിടുവിക്കപ്പെട്ടു. യാക്കോബ് പ്രാർത്ഥിച്ചു, അവൻ ഇസ്രായേലായി തീർന്നു. മോശ പ്രാർത്ഥിച്ചു, 10 ബാധകളിലൂടെ 30 ലക്ഷം ഇസ്രായേലിയർ ദൈവത്തിന്റെ കൃപയാൽ വിടുവിക്കപ്പെട്ടു. ഏലിയാവ് പ്രാർത്ഥിച്ചു, ആ രാജ്യം തന്നെ ടോട്ടലി മാറിയിട്ട് വിളിച്ചു പറഞ്ഞു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം. എലീശ എന്ന പുരുഷനും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് കാറ്റത്ത് ഇളകിയാടുന്ന വൃക്ഷക്കൊമ്പ് പോലെ രാജാക്കന്മാരെയും രാജ്യങ്ങളെയും ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവശക്തിയാൽ എലീശ ചലിപ്പിക്കുകയുണ്ടായി. വേദപുസ്തകം പറയുന്നു, ദാവീദ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഏറ്റവും ഗ്ലോറിയസ്, ഏറ്റവും മഹത്വപൂർണമായ ദിവസങ്ങൾ ദാനിയേലിൻ്റെ തലമുറയിൽ ഉണ്ടായത്. തിരുവചനം പറയുന്നു, ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് 3 നേരം ദാനിയേൽ പ്രാർത്ഥിച്ചതായി തിരുവചനം പറയുന്നു. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. തൻ്റെ 82ാമത്തെ വയസ്സിലും ദാനിയേൽ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ആവർത്തിക്കുന്നു, 82ാമത്തെ വയസ്സിലും പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട്, അവന് വാദം ഇല്ലാത്തത് കൊണ്ട് താൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 100 കണക്കിന് സിംഹങ്ങൾ നിറഞ്ഞിരുന്നതായ സിംഹ കുഴിയിലേക്ക്, അതൊരു കുഴിയാണ്, വലിയ വ്യാസമുള്ള കിണറിനെ സങ്കല്പിച്ചാട്ടെ, ആ കിണർ പോലെയുള്ള സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞു. സാധാരണ ഒരുവനെ വലിച്ചെറിയുമ്പോൾ ആ കുഴിയുടെ സൈഡിൽ അവൻ്റെ ശരീരം ചെന്നിടിച്ചിട്ട് തലയും മറ്റും പൊട്ടി നിലത്ത് വീഴുമ്പോഴേക്കും പല സിംഹങ്ങളും ആ ശരീരത്തിന്മേൽ ചാടിക്കയറി, സ്തോത്രം, അതിനെ കടിച്ച് കൊന്നുകളയും. എന്നാൽ തിരുവചനം ദാനിയേലിനെ നോക്കി പറയുന്നു, there was not an injury found in his body. അവൻ്റെ ശരീരത്തിൽ ചെറിയൊരു പോറൽ പോലും ഇല്ലാതെ ദൈവം ദാനിയേലിനെ സംരക്ഷിച്ചു. മാത്രമല്ല, തിരുവചനം പറയുന്നു, ദാനിയേൽ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട്, സ്തോത്രം, ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ വീണപ്പോൾ സിംഹങ്ങളെല്ലാം കൂടെ, എല്ലാ സിംഹങ്ങളും ദാനിയേലിന്റെ മുൻപിൽ മുട്ടുമടക്കി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ, പ്രാർത്ഥിക്കുന്ന കുടുംബമേ, നിനക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന സകല ശക്തികളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. എസ്തേർ പ്രാർത്ഥിച്ചു. അടിമ പെൺകുട്ടിയായിരുന്ന എസ്തേർ പ്രാർത്ഥിച്ചു. എസ്തേർ പ്രാർത്ഥിച്ചപ്പോൾ ദേശത്തിന്റെ നിയമം മാറി. തിരുവചനം പറയുന്നു, എസ്രാ ശാസ്ത്രി പ്രാർത്ഥിച്ചു. ജനത്തിന് റിസ്റ്ററേഷൻ, ഒരു മടങ്ങി വരവ് ദൈവം കൽപ്പിച്ചു. ആദിമസഭ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങി. പൗലോസ് പ്രാർത്ഥിച്ചു. മരിച്ച ഡെഡ് ബോഡി ജീവനുള്ള മനുഷ്യനായി എഴുന്നേറ്റ് വന്നു. അതിലുപരിയായി യേശു കർത്താവ് പ്രാർത്ഥിച്ചു, സ്വർഗം തുറക്കപ്പെട്ടു. പരശുവയ്ക്കലിന് മുകളിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, സ്വർഗം തുറക്കപ്പെടട്ടെ. യേശു കർത്താവിൽ നിങ്ങൾക്ക് നിരന്തരമായ പ്രാർത്ഥന കാണുവാൻ തക്കോണം കഴിയും. യേശുവിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു പ്രാർത്ഥിച്ചു. അതേ മരുഭൂമിയിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു. നന്നായി ഇരുട്ടുള്ളപ്പോൾ പോയി പ്രാർത്ഥിച്ചു. തനിയെ പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരുമായി പ്രാർത്ഥിച്ചു. പുരുഷാരത്തെ ചേർത്ത് പിടിച്ച് യേശു പ്രാർത്ഥിച്ചു. അപ്പം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. തീർന്നില്ല. അതേ ഗദശമനിയിൽ പ്രാർത്ഥിച്ചു. ക്രൂശിൽ പ്രാർത്ഥിച്ചു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും പ്രാർത്ഥിച്ചു. നിങ്ങൾ മിണ്ടുന്നില്ല. കഴിഞ്ഞ 2000 വർഷം പിതാവിൻ്റെ വലതുഭാഗത്ത് കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു.
30 വർഷം കുടുംബത്തിൽ അവൻ താണിരുന്ന് നല്ലൊരു കുടുംബ ജീവിതം യേശു കർത്താവ് നയിച്ചു. അർത്ഥം, മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്ന് ഒരു കാർപ്പൻ്റർ, ഒരു ആശാരി പണി ചെയ്ത് സ്തോത്രം നല്ലൊരു ടെക്കിയായി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 30 വർഷം അവണ്ണം തൻ്റെ ജീവിതമായിരുന്നു. 3.5 വർഷം യേശു പ്രസംഗിച്ചു, 30 വർഷം വീടിന് കൊടുത്തു, 3.5 വർഷം ശുശ്രൂഷയ്ക്ക് കൊടുത്തു, കഴിഞ്ഞ 2000 വർഷം പ്രാർത്ഥനയ്ക്ക് കൊടുത്തു. ഒരിക്കൽ കൂടെ പറയാം, ഒരിക്കൽ കൂടെ. 30 വർഷം കുടുംബത്തിന് കൊടുത്തു, 3.5 വർഷം ശുശ്രൂഷയ്ക്ക് കൊടുത്തു, 2000 വർഷം സ്തോത്രം കർത്താവ് പ്രാർത്ഥനയ്ക്ക് മാറ്റിവെച്ചെങ്കിൽ എൻ്റെയും നിന്റെ സക്സസ് പ്രസംഗമല്ല, പ്രസിദ്ധിയല്ല, യൂട്യൂബ് അല്ല, പ്ലാറ്റ്ഫോം അല്ല, പകരം പ്രാർത്ഥനയത്രേ. യെസ് 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 ചെയ്യും, ചെയ്യും കർത്താവേ, ചെയ്യും കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ പ്രസംഗത്തെക്കാൾ, എൻ്റെ പ്രസംഗത്തെക്കാൾ, എൻ്റെ ശുശ്രൂഷയേക്കാൾ എൻ്റെ പ്രാർത്ഥന ഈ തലമുറയിൽ പ്രസിദ്ധമാകട്ടെ. എൻ്റെ പ്രസംഗത്തെക്കാൾ എൻ്റെ പ്രാർത്ഥന ഈ നാളുകളിൽ സക്സസ് ആകട്ടെ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, പ്രാർത്ഥിക്കുന്നത് എവിടെയാണ് ഉള്ളത് അവിടെ വിടുതലുണ്ട്. സ്തോത്രം. ജ്വലിക്കുന്ന വിളക്കിൽ വന്ന് ഈച്ചക്കിരിപ്പാൻ കഴിയാത്തതുപോലെ പ്രാർത്ഥിക്കുന്നവനെ ബന്ധിപ്പാൻ, പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ കെട്ടുവാൻ മന്ത്രവാദിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന് മാത്രമേ പറവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പ്രാർത്ഥിക്കുന്നവന് വിടുതലുണ്ട്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിഷയങ്ങൾക്ക് വിടുതലുണ്ട്. വേദപുസ്തകം ബന്ധനത്തിന്റെ പുസ്തകമല്ല, വേദപുസ്തകം വിടുതലിന്റെ പുസ്തകമാണ്. ദൈവം ബന്ധനത്തിന്റെ ദൈവമല്ല, ദൈവം വിടുതലിന്റെ ദൈവമാണ്. പരശുവയ്ക്കൽ അപ്പുറത്തെ തോട് ഒഴുകുകയാണ്, അല്ലെങ്കിൽ നദി ഒഴുകുകയാണ്. തോടും നദിയും ഒഴുകുന്നു. തീയാണെങ്കിൽ അത് ജ്വലിക്കുന്നു, കാറ്റാണെങ്കിൽ അത് വീശുന്നു, മഴയാണെങ്കിൽ അത് പെയ്യുന്നു. മഴയാണോ അത് പെയ്യും, കാറ്റാണോ അത് വീശും, തീയാണോ അത് ജ്വലിക്കും, ദൈവമാണോ വിടുവിക്കും. നദിയെ ഒഴുകണമേ എന്ന് പറയണ്ട, കാറ്റെ വീശണമേ എന്ന് പറയണ്ട, തീയെ ജ്വലിക്കണമേ എന്ന് പറയണ്ട, മഴയെ പെയ്തിറങ്ങണമേ എന്ന് പറയണ്ട. സ്തോത്രം. അതവിടെ ഉള്ളപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് വാഗ്ദത്ത പ്രകാരം കർത്താവ് ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കെട്ടുകൾ പൊട്ടും, ഇന്ന് രാത്രി ഭൂതങ്ങൾ അലറി മാറും, ഇന്ന് രാത്രി ക്യാൻസറുകൾ അപ്രത്യക്ഷമാകും, ഇന്ന് രാത്രി പൈശാചിക ബാധകൾ ഒരിക്കലും തിരിച്ചു വരാതെ എന്നേക്കുമായി ഓടി അകലും. ഇതൊരു വിടുതലിന്റെ രാത്രിയാകട്ടെ. ആവർത്തിച്ച് പറയാം, വേദപുസ്തകം അതൊരു വിടുതലിന്റെ പുസ്തകമാണ്. ബൈബിൾ is the book of deliverance. The first book is the book of Genesis and the second book is the book of Exodus. എവരെ നോൺ മലയാളീസ് അല്ലേ? നോൺ മലയാളീസ് ആണോ ഈ സഹോദരന്മാർ? സെക്കൻഡ് റോ എത്ര പേരുണ്ട്? How many non-Malayalis are here? Let me see your hand. How many non-Malayalis? Okay. God bless you. God bless you. Now and then let me try to mix something. Okay, from my ഭയങ്കര കഷ്ടം 2 ഭാഷയിൽ ഒരുമിച്ച് പ്രസംഗിക്കാൻ. സ്തോത്രം. ഓക്കെ. പക്ഷെ മനസ്സിലാക്കണം, വേദപുസ്തകം ഒരു വിടുതലിന്റെ പുസ്തകമാണ്. ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി. ദൈവം സൃഷ്ടിച്ചു, ദൈവം മനുഷ്യനെ ഉൽപ്പത്തിയിൽ സൃഷ്ടിച്ചു. സ്തോത്രം. ഒന്നാമത്തെ പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു. രണ്ടാമത്തെ പുസ്തകം പുറപ്പാട് പുസ്തകം. എക്സിറ്റ് പുറത്തേക്കുള്ള വഴി എന്നതിനർത്ഥമായി എക്സിറ്റ്. രണ്ടാമത്തെ പുസ്തകത്തിൽ ദൈവം അവരെ വിടുവിച്ചു. അർത്ഥം രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താൽ ഒരു ബോൺ അഗൈൻ എക്സ്പീരിയൻസ്, ഒരു വീണ്ടും ജനനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വീണ്ടും ജനനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങളെ പൂട്ടിയിടുവാൻ ഒരു പിശാചിന്റെ മനുഷ്യന്റെ ജയിലിന് കഴിയത്തില്ല. എത്ര വലിയ ഫറവോനെങ്കിലും, എത്ര വലിയ ശാപമെങ്കിലും, എത്ര വലിയ അതേ മാനുഷിക പൈശാചിക വിഷയങ്ങളെങ്കിലും, ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ ജനത്തെ, ഇസ്രായേലിനെ പുറത്തെടുത്തവനായ ദൈവം നിന്നെയും പുറത്തെടുത്തിരിക്കും. കാരണം ദൈവം വിടുതലിന്റെ ദൈവമാണ്.
ദൈവം വിടുതലിന്റെ ദൈവമാണ്. ഇസ്രായേലിനെ ദൈവം വിടുവിച്ചു. 30 ലക്ഷം ജനത്തെ കർത്താവ് അത്ഭുതകരമായി വിടുവിക്കുകയുണ്ടായി. കേൾക്കണമേ, 2 തരത്തിൽ സ്തോത്രം അതേ വിടുതൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചവനായ ദൈവം കാലസമ്പൂർണ്ണത വന്നപ്പോൾ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ കർത്താവ് യേശുവിൻ്റെ ശുശ്രൂഷയിൽ നടന്ന ഭൂരിപക്ഷം സ്ഥലങ്ങളിലും നടന്നതായ പ്രധാന ശുശ്രൂഷയാണ് അവൻ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുത്തു. യേശു കർത്താവ് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുത്തു. യേശു അവിടെ ഭൂതമുണ്ട്, അവിടെ കെട്ടുണ്ട് എന്ന് പറഞ്ഞല്ല നടന്നത്. അവനൊരു ബന്ധനമുണ്ട്, ആ പുള്ളിക്കാരുടെ മേൽ ഭൂതമുണ്ട്, അങ്ങനെ പറഞ്ഞല്ല നടന്നത്. യേശു കർത്താവ് ശിഷ്യന്മാരെ അയച്ചത് പോരാട്ടം കണ്ടേച്ചു വരാനല്ല, പിശാചിനെ ശാസിച്ച് പുറത്താക്കാനാ. പോരാട്ടം കാണാൻ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. പോരാട്ടത്തെ നീ കാണുന്നെങ്കിൽ ആ സെക്കൻഡിൽ അധികാരമുള്ള നാമത്തിൽ ആ പോരാട്ടം, ആ ഭൂതം, ആ കെട്ട് അഴിഞ്ഞിരിക്കണം. ബിക്കോസ് there is power in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയിൽ സ്തോത്രം 2 തരത്തിൽ വിടുതൽ നടന്നിട്ടുണ്ട്. കർത്താവ് ഗ്രാമമായി പട്ടണമായി സഞ്ചരിക്കുകയാണ്. വലിയ കൂട്ടത്തിലും ചെറിയ കൂട്ടത്തിലും വിടുതൽ നടക്കുന്നു. ഗ്രാമങ്ങളിൽ വിടുതൽ നടക്കുന്നു, പട്ടണത്തിൽ വിടുതൽ നടക്കുന്നു. ജീവിതങ്ങൾ അത്ഭുതകരമായി ദൈവത്തിൻ്റെ കൃപയാൽ വിടുതൽ പ്രാപിക്കുന്നു. നമുക്കിങ്ങനെ പറയാം, ധാരാളം പേർ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് വിടുതൽ പ്രാപിച്ചു. ആയിരക്കണക്കിന് ജനം യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് വിടുതൽ പ്രാപിച്ചു. ആയിരക്കണക്കിന് ജനം യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് വിടുതൽ പ്രാപിച്ചു. പക്ഷെ ചില കേസസ് ചിലർക്ക് യേശുവിൻ്റെ അടുക്കൽ വന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്തത് കൊണ്ട് യേശു അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് വിടുതൽ കൊടുത്തു. രണ്ടിലും വിടുതലുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്നെങ്കിൽ നിനക്ക് വിടുതലാണ്. ഇന്ന് രാത്രി വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ എനിക്ക് വന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയത്തില്ല, എൻ്റെ വീട് ബന്ധനത്തിലാണ്, എൻ്റെ സാഹചര്യം മോശമാണ്, നോ പ്രോബ്ലം. ഇരിക്കുന്നിടത്ത് നീ നിലവിളിച്ചാലുണ്ടല്ലോ, മന്ത്രി വരത്തില്ല, തന്ത്രി വരത്തില്ല, MLA MP വരത്തില്ല. പക്ഷേ വിളിച്ചാൽ നിലവിളി കേട്ട് ഇറങ്ങി വരുന്ന വിടുവിക്കുന്ന ഒരു യേശു ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ജീവിക്കുന്നു. പരീക്ഷകൾ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അങ്ങനെ ഒരുവൻ ഇതാ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് കർത്താവ് കടന്നു പോയി അവനെ വിടുവിക്കുകയാണ്. അവന് യേശുവിൻ്റെ അടുത്ത് വന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവനായിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്തത് കൊണ്ട് യേശു അങ്ങോട്ട് പോയി അവനെ വിടുവിച്ചു. യേശുവിനൊരു ഡിമാൻഡുമില്ല. ഞാൻ തന്നെ പറഞ്ഞു ചൂടുവെള്ളം വെച്ചേക്കണമെന്ന്. സ്തോത്രം. ഏവര് വിളിക്കാൻ വന്നപ്പോൾ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. കണ്ടു ചൂടുവെള്ളം കണ്ടു. സ്തോത്രം. അപ്പോൾ നോക്കുക, ഞാൻ പോലും ചൂടുവെള്ളം ചോദിച്ചു. യേശു അതുപോലും ചോദിക്കത്തില്ല. ഡിമാൻഡില്ലാത്ത ഒരു പ്രാസംഗിനെ എനിക്കറിയാം, നസ്രേന യേശു. കണ്ടീഷൻ വെക്കാതെ കടന്നു വന്ന ഫ്രീയായി ശുശ്രൂഷിക്കുന്ന ഒരുവനെ എനിക്കറിയാം, നസ്രേന യേശു. എന്ത് കിട്ടും എന്ന് പറയുന്നത് ബിസിനസ്, എന്ത് പ്രാപിച്ചു കൊടുക്കാം എന്ന് പറയുന്നത് ശുശ്രൂഷ. എന്താ മിണ്ടാത്ത തുറച്ചു നോക്കാതെ ആമേൻ പറഞ്ഞാട്ട്. കമോൺ, എന്ത് കിട്ടും എന്നതല്ല ശുശ്രൂഷ, എന്ത് പ്രാപിച്ചു കൊടുക്കാം എന്ന് പറയുന്നതാണ് ശുശ്രൂഷ. ഡിമാൻഡില്ല. കർത്താവ് സ്തോത്രം ഇതാ ശുശ്രൂഷിക്കുകയാണ്. നിങ്ങൾ യെരൂശലേമിൽ ഇസ്രായേലിൽ കടന്നു പോയാൽ അവിടെ ഗന്നസരത്ത് തടാകം, അവിടെ ഗലീലക്കടൽ, തിബരിയാസ് കടൽ, 3 ഒന്നാ. തിബരിയാസ് കടൽ, ഗലീലക്കടൽ, ഗന്നസരത്ത് തടാകം. സ്തോത്രം. അത് 3 ഒന്നാണ്. അതിൻ്റെ പടിഞ്ഞാറേ ഭാഗത്താണ് മിക്കവാറും കർത്താവ് ശുശ്രൂഷിച്ചത്. പടിഞ്ഞാറ് ഭാഗത്താണ് പത്രോസിൻ്റെ അമ്മയെ യേശു സൗഖ്യമാക്കിയത്. പടിഞ്ഞാറ് ഭാഗത്തെ കരയിലാണ് പത്രോസിൻ്റെ പടക് നിറച്ചു കൊടുത്തത്. പടിഞ്ഞാറ് ഭാഗത്താണ് അതേ ആ ശതാധിപൻ വന്ന് എൻ്റെ ദാസന് രോഗിയായി കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞ കർത്താവ് സൗഖ്യമാക്കിയത്. പടിഞ്ഞാറ് ഭാഗത്താണ് കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. ആ യേശു വളരെ അപൂർവം ചില സമയത്താണ് ഈ കിഴക്ക് ഭാഗത്തേക്ക് കടന്നു വന്നത്. കിഴക്ക് ഭാഗം, ആ കിഴക്ക് ഭാഗത്ത് അന്നത്തെ പേരായിരുന്നു ദക്കപ്പുലി നാട്.
ദക്കപ്പൊലി കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയാട്ടെ. ദക്കപ്പൊലി എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങളുടെ കോമ്പിനേഷനാണ്. 10 പട്ടണങ്ങളുടെ നാടാണ് ദക്കപ്പൊലി നാട്. 1967 വരെ അത് സിറിയയുടെ പ്രദേശമായിരുന്നു. 6 day war, 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ പട്ടാളം സിറിയയെ തുരത്തിക്കളഞ്ഞ് ആ ദേശം സ്വതന്ത്രമാക്കിയത് കൊണ്ട് പലപ്പോഴും ആ ദക്കപ്പൊലി നാട് എന്ന് വിളിച്ചിരുന്ന ആ സ്ഥലത്ത് പോയി ആ സ്ഥലം കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. വലിയ മലകളും പാറകളും ഒക്കെ കൊണ്ട് ഇന്നും നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഒരുത്തൻ താഴെ വീണാൽ സ്തോത്രം നിശ്ചയമായും മരിച്ചു പോകും. താഴെ ഗലീല കടലാണ്. അവിടെ ഇതാ ഒരു യുവാവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് നിലവിളിച്ച് ഭൂതഗ്രസ്തനായി ഓടി നടക്കുന്നു. അവന് യേശുവിൻ്റെ അടുക്കൽ വന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്തത് കൊണ്ട് കർത്താവ് അവൻ്റെ അടുത്ത് പോയി വിടുവിക്കാൻ യേശു തീരുമാനിച്ചു. കമാൺ ഒരിക്കൽ കൂടെ പറയാം. അവന് തൻ്റെ സാഹചര്യം അനുസരിച്ച് യേശുവിൻ്റെ അടുത്ത് വന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്തത് കൊണ്ട് കർത്താവ് യേശു അവൻ്റെ അടുക്കൽ പോയി അവനെ വിടുവിപ്പാൻ യേശു തീരുമാനിച്ചു. ഇന്ന് രാത്രി നിന്റെ സാഹചര്യത്തിലേക്ക് കർത്താവ് സ്റ്റെപ്പിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. അതൊരു പ്രവചനമാണ്. ആർക്കും സഹായിപ്പാൻ കഴിയാത്ത വിഷയങ്ങളിൽ നീറുന്നവർ കേൾക്കണം. ആർക്കും സഹായിപ്പാൻ കഴിയത്തില്ല. ഒരു നിയമത്തിന്, ഒരു അഡ്വക്കേറ്റിന്, ഒരു മന്ത്രിക്ക്, ഒരു രാഷ്ട്രീയക്കാരന് ആർക്കും സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം ഇന്ന് രാത്രി സ്റ്റെപ്പിൻ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കാരണം നിനക്കൊരു വിടുതലുണ്ട്. കർത്താവായ യേശുക്രിസ്തു പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സ്തോത്രം വചനം പറഞ്ഞും അപ്പം കൊടുത്തും ആയിരക്കണക്കിന് ജനത്തെ സ്തോത്രം യേശു കർത്താവ് ശുശ്രൂഷിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഏറ്റവും വലിയ ക്രൗഡ് പിള്ളേർ യേശുവാണ്. സ്തോത്രം ഇവിടുത്തെ പോലെയാണ് യേശുവിൻ്റെ ക്രൗഡ്. നമുക്ക് സ്ത്രീകളാണ് കൂടുതൽ. കർത്താവ് യേശുവിൻ്റെ കാലത്തും അങ്ങനെയായിരുന്നു. 5000 പുരുഷന്മാരുണ്ടെങ്കിൽ 14 സ്ത്രീകളുണ്ടായിരിക്കും. 14 സ്ത്രീകളുണ്ടെങ്കിൽ 20,000 കുട്ടികളുണ്ടായിരിക്കും. അതായിരുന്നു അന്നത്തെ ക്രൗഡ്. 5000 പുരുഷന്മാർ, 14 സ്ത്രീകൾ, 20,000 കുട്ടികൾ, 35,000 പേർ. ഏറ്റവും കുറഞ്ഞത് യേശുവിൻ്റെ റെഗുലർ ക്രൗഡാണ്. ഒരു നല്ല റീജനായ ഗലീലയിൽ അന്ന് 400 പേരുള്ളപ്പോൾ യേശുവിന് 35,000 പേര് കൂടണമെങ്കിൽ ഇന്ന് യേശു അവിടെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നെങ്കിൽ ഇന്നാണെങ്കിൽ ഒരു 30 ലക്ഷം എന്ന് കൂട്ടിക്കോ. കമോൺ, സംഭവിക്കണം. ക്രൗഡ് വരണം. ചർച്ചിൽ ക്രൗഡ് വരണം. ഏറ്റവും വലിയ കൂട്ടം ചർച്ചിൻ്റെ കൂട്ടമാണ്. ചർച്ച് ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ആമേൻ പറഞ്ഞാൽ. തെക്കേ, വടക്കേ, കിഴക്കേ, പടിഞ്ഞാറേ യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ വിട്ടുതരിക. വചനം പറഞ്ഞ് അപ്പം കൊടുത്ത് ആ ജനത്തെ കർത്താവ് തൃപ്തിപ്പെടുത്തി. ആ വചനം പറഞ്ഞ് അപ്പം കൊടുത്ത് പോയാട്ടെ, നാളെ കാണാം, പോയാട്ടെ, അടുത്ത ദിവസം വന്നാട്ടെ, പിന്നെ കാണാം എന്ന് പറഞ്ഞ കർത്താവ് ആ ജനക്കൂട്ടത്തെ ഇങ്ങനെ പിരിച്ചു വിടുകയാണ്. അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞയക്കുമ്പോൾ പടിഞ്ഞാറക്കരയിൽ നിന്ന് നിർബന്ധിച്ച് പറഞ്ഞയക്കുമ്പോൾ കിഴക്കേക്കരയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് യേശു നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ അവൻ കിഴക്കേക്കരയിലേക്ക് നോക്കുന്നത്? ഞാൻ പറഞ്ഞ കർത്താവ് ഈ ജനത്തെ പറഞ്ഞു വിട്ട് എന്തിനാ അക്കരയ്ക്ക് നോക്കുന്നത്? സുരേഷേ, എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അക്കരെ. എനിക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടെന്നല്ല പറഞ്ഞത്, എനിക്കൊരു ഹെവൻലി അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഈ വിളിക്കുന്നിടത്തെല്ലാം പോകല്ല, അയക്കുന്നിടത്ത് പോകാതെ ഇരിക്കല്ല. ഒരിക്കൽ കൂടെ വിളിക്കുന്നിടത്ത് എല്ലാം ഓടിപ്പോകല്ല, അയക്കുന്നിടത്താണ് പോകുന്നത്. വിളിക്കുന്നിടത്ത് പോയാൽ ഒറ്റയ്ക്ക് പോകാം, പക്ഷെ അയക്കുന്നിടത്ത് പോയാൽ ഒരിക്കലും ഒറ്റയ്ക്ക് നീ നിൽക്കത്തില്ല. അവനും കൂടെ നിന്റെ കൂടെ എഴുന്നേറ്റ് നിൽക്ക. അതുകൊണ്ട് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അക്കരെ. അക്കരെ കിടക്കുന്ന ഒരു ചെറുക്കനെ തേടി വിടുതലിൻ്റെ കർത്താവ് ഇതാ കടന്നു വരികയാണ്. ഇന്ന് രാത്രി ഒരു വിടുതലിന് വേണ്ടി നാളുകളായി, മാസങ്ങളായി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ എനിക്ക് പറയാനുള്ള ദൂത് ഇതാണ്: യുവർ ഹെൽപ്പ് ഈസ് ഓൺ ദ വേ. നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്നു. ഇൻ ജീസസ് നെയിം. നിനക്ക് സഹായം വരുന്ന അപ്പുറത്തെ പാർട്ടി ഓഫീസിൽ നിന്നല്ല, അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല, അപ്പുറത്തെ കോടതിയിൽ നിന്നല്ല, തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിൽ നിന്നല്ല, തുറന്ന സ്വർഗത്തിൽ നിന്ന്
കമാൻ, നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി 30 സെക്കൻഡ് ദൈവത്തിന് നന്ദി പറയും. യുവർ ഹെൽപ്പ് ഈസ് ഓൺ ദ വേ. നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്നു. ആ ശിഷ്യഗണന്മാരെ അല്ലെങ്കിൽ ആ പുരുഷാരത്തെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിട്ട് തൻ്റെ 12 അപ്പോസ്തലന്മാരോട് പറഞ്ഞു, വാ ബോട്ടിൽ കയറ്, ലെറ്റ് us ക്രോസ് ഓവർ. സ്തോത്രം, വന്ന് ബോട്ടിൽ കയറ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. വാ ബോട്ടിൽ കയറ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. യേശു കർത്താവ് അക്കരയ്ക്ക് ആ സന്ധ്യാസമയത്ത് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഇക്കരയ്ക്ക് ഒന്ന് ചെന്ന് സ്തോത്രം ആ കിഴക്കരയിലെ ആ ചെറുക്കനെ നോക്കാം. സ്തോത്രം, അവനെ 2000 വർഷമായി സഭ വിളിക്കുന്ന പേര് ഭൂതഗ്രസ്തൻ എന്നാണ്. ഭൂതഗ്രസ്തൻ, ഗദര ദേശത്തെ അല്ലെങ്കിൽ ഗനസരത്ത് ദേശത്തിലെ ഭൂതഗ്രസ്തൻ. ആരെയും ചാടിക്കറി വെറുതെ ഭൂതഗ്രസ്തൻ, ഭൂതഗ്രസ്ത എന്ന് പറയല്ല. സ്തോത്രം, ആരെയും നോക്കി ഒരിക്കലും ഭൂതമേ എന്ന് ആവശ്യമില്ലാതെ ഒന്നും പറയല്ല. സ്തോത്രം, നീ പറയുന്ന വാക്കുകൾക്ക് കൃത്യത ഉണ്ടെന്ന് തിരുവചനം പറയും. കൃത്യത വേണമെന്ന് തിരുവചനം പറയുന്നു. മാത്രമല്ല, നീ പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ എണ്ണിയാണ് കണക്ക് കൊടുക്കേണ്ടി വരും. ഒറ്റയെണ്ണം മിണ്ടുന്നില്ലല്ലോ, ഞാൻ പോവാ. സ്തോത്രം, നീ പറയുന്ന ഓരോ വാക്കിനും, രഹസ്യത്തിലും പരസ്യത്തിലും നീ പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ എണ്ണി കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരുത്തനെ ചാടിക്കറി ഭൂതഗ്രസ്തൻ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ചെറുക്കനെ ഭൂതഗ്രസ്തൻ എന്ന് പറയാൻ 7 കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്പർ 1, ഒന്നാമതായി അവനെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ വസ്ത്രം ധരിക്കാതെ ആ 10 പട്ടണങ്ങളിൽ ഓടി നടന്നവനായിരുന്നു. കാരണം മർക്കോസ് വിശേഷം 5-ാം അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവന് വിടുതലിന് ശേഷം അവൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് യേശുവിൻ്റെ പാദത്തിൽ ഇരുന്നു. വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് യേശുവിൻ്റെ പാദത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ ദീർഘവർഷങ്ങൾ അവന് നഗ്നനായിട്ട് വസ്ത്രം ധരിക്കാതെ അവൻ ഓടി നടന്നു. പിശാചിൻ്റെ ഏറ്റവും വലിയ പരിപാടിയാണ് തുണി അഴിപ്പിക്കുക എന്ന് പറയുന്നത്. നല്ല ശമരിയക്കാരൻ്റെ ഉമബയിൽ യേശു പറഞ്ഞു, കള്ളൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്. കള്ളൻ്റെ ശുശ്രൂഷ, ഇടയൻ്റെ ശുശ്രൂഷയല്ല, കള്ളൻ്റെ ശുശ്രൂഷ. നല്ല ശമരിയക്കാരൻ്റെ ശുശ്രൂഷയല്ല, കള്ളൻ്റെ ശുശ്രൂഷ. കള്ളൻ ചെയ്യുന്നത് തുണി അഴിപ്പിക്കും, മുറിവേൽപ്പിക്കും, വഴിയിലിട്ടേക്കും. സ്തോത്രം, കള്ളൻ തുണിയഴിപ്പിച്ച് മുറിവേൽപ്പിച്ച് വഴിയിൽ തള്ളും. പക്ഷേ നല്ല ഇടയനാകുന്ന നല്ല ശമരിയക്കാരൻ മുറിവ് കെട്ടും, എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കള്ളനായ സാത്താൻ അവൻ സ്തോത്രം തുണി അഴിപ്പിക്കുന്നവനാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം തുണി ഉടുപ്പിക്കുന്നവനാണ്. ഇത് ഇന്റർനെറ്റ് ജനറേഷനാണ്. ഇതൊരു സ്തോത്രം ഇന്റർനെറ്റിന്റെ തലമുറയാ. പരസ്വയ്ക്കൽ ആയിരക്കണക്കിന് പ്രാവശ്യം ഇതുവഴി ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇന്നും തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ ഇന്റർനെറ്റ് ഗൂഗിൾ നോക്കിയാണ് ഞാൻ ഇറങ്ങി വന്നത്. സ്തോത്രം, അതുകൊണ്ട് തെറ്റുകയും ചെയ്തു. അറിയാവുന്ന വഴിയിൽ അങ്ങ് വന്നാൽ മതിയായിരുന്നു. ഗൂഗിൾ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. അങ്ങ് പോയിട്ടാണ് പിന്നെ ഇടിച്ചക്കപ്പലാമൂട് കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നേ, നേരെ വന്നൂടായിരുന്നോ? സ്തോത്രം. അതുകൊണ്ട് ഗൂഗിൾ അല്ല നമ്മുടെ ഗൈഡ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഗൈഡ് ആയിരിക്കട്ടെ. ഓ കമാൻ നമുക്ക് പിന്നെ സംസാരിക്കാമേ. സ്തോത്രം. അതേ തിരുവചനം പറയുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, ഇന്റർനെറ്റാണ്. എല്ലാറ്റിനും ഇന്റർനെറ്റാണ്. അറിയാവുന്ന വീട്ടിൽ പോകാനും ഇന്റർനെറ്റാണ്. രാവിലെ എന്ത് കഴിക്കണം, എല്ലാറ്റിനും ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ കിടക്കുന്ന 80% സ്തോത്രം സൈറ്റുകളും തുണി അരിപ്പിച്ച് കാണിക്കുന്ന പോണോഗ്രാഫിക് സൈറ്റുകളാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഇന്റർനെറ്റിൽ കിടക്കുന്ന ഭൂരിപക്ഷം സ്തോത്രം സൈറ്റുകളും തുണി അടിപ്പിപ്പാൻ പ്രേരിപ്പിക്കുമ്പോൾ യേശു കർത്താവ് തുണി അടിപ്പിക്കുന്നവനല്ല, അവൻ തുണി ഉടുപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരിൽ നിന്ന് വസ്ത്രം, സ്തോത്രം, തേജസ്സിന്റെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു. ആദമിന്റെ ഹവ്വയുടെയും തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട് അവർ നഗ്നരായി തീർന്നപ്പോൾ ഏദൻ തോട്ടത്തിന് പുറത്ത് അവരെ നോക്കി പരിഹസിപ്പാൻ സാത്താൻ ഒരു പരിഹാസ പാർട്ടി സെറ്റ് ചെയ്ത് കാണും. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ മകനായി ദൈവം നിയമിച്ച അവനെ പരിഹസിക്കാമെന്ന് പറഞ്ഞ് സാത്താൻ ഒരു പരിഹാസ പാർട്ടി സെറ്റ് ചെയ്ത് കാണും. ഇന്നും പലയിടത്ത് അതല്ലേ നടക്കുന്നത്. അറിഞ്ഞോ, അവൻ ഇതാ സംഭവിച്ചത്, അവൾക്ക് ഇതാ സംഭവിച്ചത്, ആ ശുശ്രൂഷ ഇങ്ങനെയാകാൻ പോകുന്നെന്ന് പറഞ്ഞ് പരിഹാസ പാർട്ടികൾ പലരും സെറ്റ് ചെയ്യും. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ദൂത്, സാത്താൻ പരിഹാസ പാർട്ടി സെറ്റ് ചെയ്തപ്പോൾ യുനാനി ട്രാൻസ്ലേഷൻ, ഒറിജിനൽ ട്രാൻസ്ലേഷൻ പറയുന്നു, ദൈവം ഒരു ആടിനെ കൊന്ന് അതിൻ്റെ തോലിനെ ഉരുപ്പിച്ച് അവൻ തുണി അരിപ്പിക്കുകയല്ല ചെയ്തത്. ആദാമിൻ്റെ ഹോബിയും തുണിയെ ഉടുപ്പിച്ച്
ആദാമിനെ ഹവ്വയും തുണിയെ ഉടുപ്പിച്ച് ദൈവം അവരെ പുറത്തിറക്കി. തുണി ഉടുപ്പിച്ച് ദൈവം പുറത്തിറക്കിയപ്പോൾ സാത്താന്റെ പരിഹാസ പാർട്ടിയെ ദൈവം ക്യാൻസൽ ചെയ്തു. പരിഹാസത്തെ ദൈവം ക്യാൻസൽ ചെയ്തു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിനക്ക് നേരെ വിരൽ ചൂണ്ടി, നിന്റെ പിള്ളേർക്ക് നേരെ വിരൽ ചൂണ്ടി പരിഹസിപ്പാൻ കാത്തിരിക്കുന്ന പരിഹാസികളുടെ വായെ ദൈവം ഈ നാളുകളിൽ അടപ്പിപ്പാൻ വേണ്ടി പോകുന്നു. ദൈവം അപമാനിക്കുന്നവനല്ല, നിന്ദിക്കുന്നവരുടെ നടുവിൽ ദൈവം മാനിക്കുന്നവനത്രേ. ഹല്ലേലൂയ. യവൻ സ്തോത്രം അതേ നഗ്നനായി 10 പട്ടണത്തിൽ ഓടി നടക്കുകയാണ്. ആയിരക്കണക്കിന് ജനം, ഒരുപക്ഷെ സ്തോത്രം ആയിരക്കണക്കിന് ജനം അവനെ നഗ്നനാണെന്ന് പറഞ്ഞ് അവനെ നിന്ദിച്ചിട്ടൊക്കെയാണ്. പക്ഷെ അവനൊരു വിടുതലുണ്ട്. ഈ ദിവസം അയൽവാസികളാൽ നീ നിന്ദിക്കപ്പെടുന്നെങ്കിൽ, ഭർത്താവിൻ്റെ വീട്ടുകളാൽ, സ്വന്തം വീട്ടുകാരാൽ, എന്തിനേറെ പറയുന്നു സഭയ്ക്കകത്തുള്ളവരാൽ നീ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ ഈ രാത്രി നിനക്കുള്ള ദൂതനാണ്. ആ നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. കമാൺ കമാൺ കമാൺ, കൈയടിക്കുന്നേ, നേരെ കൈയടിക്കണം. നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. നമ്പർ 2, രണ്ടാമതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ കല്ലറയിലാണ് ഈ ഭൂതഗ്രസ്തൻ പാർക്കുന്നത്. കല്ലറയിലാണ് പാർക്കുന്നത്. കല്ലറയിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ കൂടെയാണ് ഇവൻ പാർക്കുന്നത്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും എന്ത് ചെയ്യുന്നില്ല? പറ. മരിച്ചവനും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. സ്തുതിക്കാത്തവന്മാരുടെ നടുവിലാ യവന്റെ പാർപ്പ്. സ്തുതിക്കാത്തവന്മാരുടെ ഇടയിലാ യവന്റെ പാർപ്പ്. എൻ്റെ ചോദ്യം ഇതാണ്, എടാ അണ്ണ, എടാ ചേച്ചി, നിന്റെ പാർപ്പ് എവിടെയാ? നീ എവിടെയാ ആരാധിക്കുന്നത്? നീ എവിടെയാ ആരാധിക്കുന്ന? പറ പറ പറ, നീ എവിടെയാ ആരാധിക്കുന്നേ? നീ വല്ല പാരമ്പര്യത്തിലാണ് ആരാധിക്കുന്നെങ്കിൽ, വാതുറക്കാത്തവന്മാരുടെ നടുവിൽ, സ്തുതിക്കാത്തവന്മാരുടെ നടുവിൽ, ആരാധിക്കാത്തവന്മാരുടെ നടുവിൽ നീ ആയിരിക്കുന്നെങ്കിൽ, എൻ്റെ ബൈബിൾ പറയുന്നത് നീ ആത്മീയ നിർജീവ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്നാൽ ജീവനുള്ളതൊക്കെയും 2 കരങ്ങളെ ഉയർത്തി, ഒരിക്കൽ കൂടെ, ജീവനുള്ളതൊക്കെ 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. അതേ, ജീവനുണ്ടോ? ദൈവകൃപയാൽ നിനക്ക് സ്തുതിനാദം മുഴക്കിക്കൊണ്ടിരിക്കും. ജീവനുണ്ടോ? നീ സ്തുതിച്ചു കൊണ്ടിരിക്കും. അല്പം ഡീപ്പായി പറഞ്ഞാൽ, സമാഗമന കൂടാരത്തിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഡേ ഓഫ് അറ്റോണിമെന്റ്, യോം കിപ്പോർ ദിനത്തിൽ, അത് മഹാപാപ പരിഹാര ദിനത്തിൽ, ആണ്ടിൽ ഒരിക്കൽ വരുന്ന മഹാപാപ പരിഹാര ദിനത്തിൽ, മഹാപുരോഹിതൻ പ്രാകാരം കടന്ന്, വിശുദ്ധ സ്ഥലം കടന്ന്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. അവിടെ ഒരു കർട്ടൻ ഉണ്ട്. 6 ഇഞ്ച് തിക്നെസ് ഉള്ള 4 കളറുള്ള കർട്ടൻ. എല്ലാം പറയാം, നേരമില്ല. 4 കളർ എന്ന് പറഞ്ഞാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 കളറുള്ള കർട്ടനെ തള്ളി മാറ്റി സ്തോത്ര മഹാപുരോഹിതൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ഹോളി റവറൻഡ് ചത്തോ ജീവനോടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പുള്ളിക്കാരൻ ജീവനോടെ ഉണ്ടോ ചത്തോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ പുള്ളിയുടെ അരയിൽ ഒരു കയറുണ്ടായിരിക്കും. പുള്ളിയുടെ അരയിൽ ഒരു കയറുണ്ട്. ഇൻ കേസ് ചത്തു വീണാൽ അദ്ദേഹത്തെ വലിച്ചു പുറത്തെടുക്കാൻ. പക്ഷെ തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ, മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ ഒരു മാതളപ്പഴം, ഒരു മണി, ഒരു മാതളപ്പഴം, ഒരു മണി, ഒരു മാതളപ്പഴം, മണി എന്ന് പറഞ്ഞ്, സ്തോത്രം, അതെ, അവന്റെ വസ്ത്രം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മണിനാദം കേൾക്കും. മണിനാദം കേൾക്കുമ്പോൾ ജനത്തിനറിയാം അദ്ദേഹം ചത്തിട്ടില്ല, പുള്ളി ജീവനോടെയുണ്ട്. ഇടതും വലതും മുന്നിലും പിന്നിലും ഇരിക്കുന്നവർ സ്തുതിക്കുന്നെങ്കിൽ അറിയാം. പറ 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 പറ. Come on, come on, come on. Come on, come on, come on. Come on. Come on. ചുറ്റും നോക്ക്, ജീവനോടെ ഉണ്ടോ ചത്തതാണോ? ചുറ്റും നോക്ക്, ജീവനോടെ ഉണ്ടോ ചത്തതാണോ? ജീവനോടെ ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തുതിക്കുന്നവൻ തോൽക്കുന്നവനല്ല, സ്തുതിക്കുന്നവൻ ജയിക്കുന്നവനാണ്. സ്തുതിച്ചാൽ നിന്റെ എരിഹോ ഇടിഞ്ഞു പോകും. സ്തുതിച്ചാൽ ഇന്ന് രാത്രി നിന്റെ എരിഹോ ഇടിഞ്ഞു പോകും. ഹല്ലേലൂയ. സ്തോത്രം. വിടുതൽ കേൾക്കാനല്ല ഇന്ന് രാത്രി നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, വിടുതൽ അനുഭവിക്കാനാണ്, വിടുതൽ പ്രാപിപ്പാനാണ്.
ചൈനയിലെ വൻമതിലിനേക്കാൾ 3 ഇരട്ടി വീതിയുള്ള മതിലായിരുന്നു പോലും യെരിഹോവിന്റെ മതിൽ. യെരിഹോവിന്റെ മതിൽ 3 ഇരട്ടി വീതിയിൽ വലിപ്പമുള്ള മതിലാണ്. 3 രഥങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്തോത്രം അതേ പാസ് ചെയ്യുവാൻ അത്ര വലിയ വീതി ഉണ്ടായിരുന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം 7 ദിവസം 13 പ്രാവശ്യം ചുറ്റി നടന്ന്, 7-ാം ദിവസം 7 പ്രാവശ്യം നടന്നല്ലോ. സ്തോത്രം 13 പ്രാവശ്യം ചുറ്റി നടന്ന് അവരത് ആർപ്പിടുമ്പോൾ സ്തോത്രം ഒറിജിനൽ ട്രാൻസ്ലേഷൻ പറയുന്നു, ഒരു ഭൂമി കുലുക്കം ഉണ്ടായി. ഇന്ന് പകൽക്കാലം LAC സെന്ററിൽ ദൈവത്തിന്റെ ജനം കർത്താവിന്റെ കൃപയാൽ കൂടി ഇരിക്കുമ്പോൾ ദൈവകൃപയാൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ഭൂമി കുലുക്കം ഉണ്ടാകട്ടെ. ഒരു ഭൂമി കുലുക്കമുണ്ടായി. ഹിസ്റ്റോറിയൻസ് പറയുകയാണ് ഭൂമി കുലുക്കമുണ്ടായി. ഭൂമി പിളർന്നിട്ട് യെരിഹോവിന്റെ മതിൽ ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ഒരിക്കൽ കൂടെ ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവം ഒരു ഭൂമി കുലുക്കത്തെ അയച്ച് ആ ഭൂമിയെ പിളർത്തി. സ്തോത്രം, യെരിഹോവിന്റെ മതിൽ അതിനകത്തേക്ക് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ ഏലിയാവിന്റെ കാലത്തുള്ളതായ യെരിഹോവിന്റെ മതിൽ കാണുവാൻ കഴിയും. യോശുവയുടെ കാലത്തുള്ളതായ യെരിഹോവിന്റെ മതിൽ കാണുവാൻ കഴിയത്തില്ല. കാര്യമെന്ത്? അതിനെ അപ്രത്യക്ഷമാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, സർവശക്തനായ ദൈവമാണ്. In the name of Jesus, എല്ലാ ക്യാൻസറുകൾ അപ്രത്യക്ഷമാകട്ടെ. കരുവാ എല്ലാ ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. സകല പോരുകൾ, സകല രോഗങ്ങൾ, സകല ബലഹീനതകൾ in the name of Jesus, which is above all other name in heaven and earth and under the earth, സകല നാമത്തിന് മേലായ നസ്രേയനായ യേശുവിന്റെ നാമത്തിൽ സകല പ്രതികൂലങ്ങളും പോരുകളും അപ്രത്യക്ഷമാകട്ടെ. Hallelujah. നിന്റെ പ്രശ്നം മറയുവാൻ പോകുന്നു. പ്രൊവൈഡഡ് വിത്ത് സ്തുതിക്കുന്നവനായിരിക്കുക. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, എൻ്റെ യെരിഹോ ഇനി കാണുകയില്ല. പറഞ്ഞാട്ടെ, എൻ്റെ യെരിഹോ അവിടെ കാണുകയില്ല. മോത്തോക്കി പറ, എൻ്റെ യെരിഹോ കാണുകയില്ല. എൻ്റെ യെരിഹോ, നിങ്ങളുടെ യെരിഹോ അവിടെ കാണുകയില്ല. നീ ഇവിടെ തന്നെ ഉണ്ടാകും. നീ വാഗ്ദത്തം പ്രാപിക്കും. നീ ദൈവകൃപയെ മുന്നേറും. നീ അനുഗ്രഹിക്കപ്പെടും. യാക്കോബിന്റെ ഗോവേണിയിൽ നീയും നിന്റെ കുടുംബം ഉന്നതങ്ങളിൽ എത്തും. പക്ഷേ നിന്റെ യെരിഹോ അവിടെ കാണുകയില്ല. കാരണം ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ഞാൻ കാണുന്നു, വിടുതലിന്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. In Jesus name. സ്തുതിച്ചാൽ വിടുതലുണ്ട്, സ്തുതിച്ചാൽ വിടുതലുണ്ട്. എന്നാൽ ഈ ചെറുക്കൻ സ്തുതിക്കത്തില്ല. സ്തുതിച്ചാൽ വിടുതലുണ്ട്, സ്തുതിച്ചാൽ വിടുതലുണ്ട്, സ്തുതിച്ചാൽ വിടുതലുണ്ട്. നിന്നെ നോക്കി നിന്റെ അയൽവാസിയും നിന്റെ ബന്ധുക്കളും നിന്റെ പാരമ്പര്യക്കാരൻ പള്ളിക്കാരനും പറഞ്ഞ ദാൻ്റെ തുത്തു പോകുന്നു, ദാൻ്റെ ഹല്ലേലൂയ പോകുന്നു, ദാൻ്റെ സ്തോത്രം പോകുന്നു, ദാൻ്റെ മോഡേൺ പെന്തിക്കോസ് പോകുന്നു എന്നൊക്കെ ആയിരിക്കും പരിഹസിച്ചത്. പക്ഷെ അവന്മാരുണ്ടല്ലോ, ഇല്ലാത്ത കുഴിയിൽ താഴോട്ട് ഇറങ്ങുമ്പോൾ സ്തുതിക്കുന്നവന് മേലോട്ടാകരുന്നേ. ഹല്ലേലൂയ. സ്തുതിച്ചാൽ ഉയർച്ചയുണ്ട്. കാട്ടിൽ കിടന്ന് സ്തുതിച്ചവനായിരുന്നു ദാവീദ്. കാട്ടുമൃഗത്തെ പോലെ നാറിക്കിടന്ന് സ്തുതിച്ചവനായിരുന്നു ദാവീദ്. കാട്ടിൽ കിടന്ന് നാറിക്കിടന്ന് നാറ്റത്തിന്റെ അവസ്ഥയിൽ കിടന്ന് സ്തുതിച്ചവൻ കാട്ടിൽ നിന്ന് അവനെ കൊട്ടാരത്തിലേക്ക് ദൈവം കയറ്റി എങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആരാധിക്കുന്ന സ്തുതിക്കുന്ന നിനക്ക് ഒരു പ്രമോഷൻ ഉണ്ട്. ഈ ചെറുക്കൻ യവൻ സ്തുതിക്കുന്നില്ല, കിടക്കുന്നത് ജീവനില്ലാത്തവരുടെ നടുവിലാണ്. യവൻ നഗ്നാണ്. 2, യവൻ സ്തോത്രം ജീവനില്ലാത്തവരുടെ നടുവിലാണ് യവൻ കിടക്കുന്നത്. നമ്പർ 3, യവനെ നിയന്ത്രിപ്പാൻ ആർക്കും കഴിയത്തില്ല. മൂന്നാമത്തെ കാര്യം, എന്നെ നിയന്ത്രിപ്പാൻ ആർക്കും കഴിയത്തില്ല. അപ്പൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല, പാസ്റ്റർമാർ പറഞ്ഞാൽ കേൾക്കത്തില്ല, പള്ളിയിലെ അച്ഛന്മാർ പറഞ്ഞാൽ കേൾക്കത്തില്ല, നാട്ടുകാർ പറഞ്ഞാൽ കേൾക്കത്തില്ല, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വിത്ത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കേസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സൈക്കോളജിസ്റ്റ് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. സ്തോത്രം. കാരണം അവൻ്റെ മേലെ ഒരു ഭൂതമുണ്ട്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, ആര് പറഞ്ഞാലും നിയന്ത്രണമില്ല. സ്തോത്രം, നിയന്ത്രണമില്ല. ഞാൻ ഒരു പെന്തക്കോസ്റ്റൽ ഡ്രൈവറാണ്. സ്തോത്രം. അല്പം വേഗതയിലാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ. എന്നാൽ ബോസിൻ്റെ അത്രയും വേഗതയിൽ ഞാൻ ഓടിക്കുമെന്നോ തോന്നുന്നില്ല. എല്ലാവരും ബോസിനോർത്ത് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. അപ്പോൾ നോക്ക്, അത്രയും വേഗതയിൽ ബോബസ് വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുന്നത് ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ്.
അല്ലാതെ ഡീസൽ ഉള്ളത് കൊണ്ടല്ല. മനസ്സിലായ രാമൻ പറഞ്ഞാട്ടെ. ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അർത്ഥം ഒരു നിയന്ത്രണമുണ്ട്, ഒരു നിയന്ത്രണമുണ്ട്. നിയന്ത്രിക്കാൻ ചില ഘടകങ്ങളുണ്ട്, ഒരു നിയന്ത്രണമുണ്ട്. അർത്ഥം ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് നിയന്ത്രണമില്ലാത്തതല്ല. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് നിയന്ത്രണമില്ലാത്തതല്ല, ഇൻഡിസിപ്ലിൻഡ് അല്ല. അതിനൊരു ഡിസിപ്ലിൻ ഉണ്ട്, അതിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ആത്മീയ ജീവിതം തുറന്നു കിടക്കുന്ന വയലല്ല, അതൊരു കെട്ടി അടച്ച തോട്ടമാണ്. തൊട്ടി അടച്ച തോട്ടമെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഇതുപോലെയുള്ള ദൈവദാസന്മാർ, വിൽസൺ ബ്രദറിനെ ഞാൻ ഭയങ്കരമായിട്ട് ഇന്ന് രാത്രി ഇവിടെ മിസ് ചെയ്യുന്നു. വിൽസൺ ബ്രദറിനെ അവരൊക്കെ നിയന്ത്രിച്ചത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ കയറി വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ മൂക്കിൽ അല്ലെങ്കിൽ മുഖത്ത് കരിയിരുന്നാൽ തലവെട്ടി മാറ്റടോ എന്ന് പറയുന്നതല്ല നിയന്ത്രണം. ആരും അറിയാതെ മാറ്റി നിർത്തി, ആരോടും പറയാതെ മാറ്റി നിർത്തി മുഖത്തിരിക്കുന്നതായ കരിയെ തുടച്ചു മാറ്റി സഹായിക്കുന്നതാണ് നിയന്ത്രണം. ഞാൻ ആവർത്തിക്കട്ടെ. സ്തോത്രം. അതേ ആത്മീയ നിയന്ത്രണം, സ്പിരിച്വൽ മെന്റർഷിപ്പ് എന്ന് പറയുന്നത്, ഒരുത്തന്നെ ഒരു കുഴപ്പമുള്ളപ്പോൾ, ജിസന് ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ സുരേഷിന് ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾ അറിഞ്ഞ അയ്യോ, നിങ്ങൾ മാത്രമാണ് അറിയാത്തത്, അവന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, അവൻ ഇങ്ങനെയാണ്, അവൻ തീർന്ന് വാ, അവൻ്റെ പരിപാടി തൊലഞ്ഞ് എന്ന് പറഞ്ഞ് മാറി നിന്ന് കശാപ്പശാലയിലെ കറിക്കത്തി പോലെ വെട്ടി നിരത്തുന്നതല്ല ശുശ്രൂഷ. ആരും അറിയാതെ മാറി നിന്ന് തുടച്ചു മാറ്റി ഡിസിപ്ലിൻ ചെയ്യുന്നതാണ് ശുശ്രൂഷ. തലവെട്ടുന്നത് ഹെരോദാവാണ്, പക്ഷെ വളർത്തുന്നവനാണ് കർത്താവ്. ക്രിസ്തീയ ശുശ്രൂഷ തലവെട്ടലല്ല, ക്രിസ്തീയ ശുശ്രൂഷ കുതികാൽ തകർക്കലല്ല. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. എന്നാൽ അതേ സമയത്ത് ഒരു ആത്മീയ നിയന്ത്രണമുണ്ട്. കഴിഞ്ഞ 37 വർഷമായി അനേക പിതാക്കന്മാർ, അനേക ജ്യേഷ്ഠ സഹോദരന്മാർ ഞങ്ങളൊക്കെ കറക്റ്റ് ചെയ്തത് കൊണ്ടാണ്, താഴ്മയോദയെ ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ സ്തോത്രം ഇവണ്ണമായിരിക്കുന്നത്. കാരണം വേദപുസ്തകം പറയുന്നു, ഒരു അബ്രഹാം ഉണ്ടെങ്കിൽ ഒരു മൽക്കിഷേദക്കുണ്ട്. ഒരു അബ്രഹാം ഉണ്ടെങ്കിൽ അവന്റെ രഹസ്യത്തിന് പിൻപിൽ ഒരു മൽക്കിഷേദക്കുണ്ട്. അബ്രഹാമിന്റെ പിൻപിൽ ഒരു ആരും മിണ്ടുന്നില്ല. നോക്ക്, തിരുവനന്തപുരം കമാ ഹല്ലേലൂയ. തിരുവനന്തപുരം സ്പിരിറ്റ് പൊട്ടട്ടെ, പകരം പരിശുദ്ധാത്മ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു അബ്രഹാം ഉണ്ടെങ്കിൽ ഒരു മൽക്കിഷേദക്കുണ്ട്. ഒരു മോശയുണ്ടെങ്കിൽ ഒരു യിത്രോ ഉണ്ട്. ഒരു മോശയുണ്ടെങ്കിൽ ഒരു യിത്രോ ഉണ്ട്. ഒരു ദാവീദ് ഉണ്ടെങ്കിൽ ഒരു ശമൂവേൽ ഉണ്ട്. ഒരു ദാവീദ് ഉണ്ടെങ്കിൽ ഒരു ശമൂവേൽ ഉണ്ട്. ഒരു തീത്തോസ് ഉണ്ടെങ്കിൽ ഒരു പൗലൂസ് ഉണ്ട്. ഒരു തീമോഥെയോസ് ഉണ്ടെങ്കിൽ ഒരു പൗലൂസ് ഉണ്ട്. ഒരു എലീശ ഉണ്ടെങ്കിൽ ഒരു ഏലിയാവുണ്ട്. എന്തിനേറെ പറയുന്നു, കർത്താവ് യേശു ഉണ്ടെങ്കിൽ യോഹന്നാൻ സ്നാപകനുമുണ്ട്. ഒരിക്കൽ കൂടെ പറയാം. ഈ കാലഘട്ടത്തിൽ ചർച്ചിന്റെ ഏറ്റവും വലിയ ക്ഷാമമാണ് ഞാൻ പറയുന്നത്. ചർച്ചിന്റെ ഏറ്റവും വലിയ ക്ഷാമം, ചർച്ചിനകത്ത് നമുക്ക് കയ്യഫാവുമാര് ധാരാളമുണ്ട്. കയ്യുയർത്തണ്ട, കേട്ടിരുന്നാ മതി. സ്തോത്രം. ചർച്ചിനകത്ത് ഹെരോദാക്കന്മാർ ധാരാളമുണ്ട്. ധാരാളം ഹെരോദാക്കന്മാരുണ്ട്. ചർച്ചിനകത്ത് യൂതമാരുണ്ട്. അവന്മാരെ തട്ടി നടക്കാൻ വയ്യ. സ്തോത്രം. യൂതമാരുണ്ട് കുട്ടി, കയ്യഫാമമാരുണ്ട്, ഹെരോദാക്കന്മാരുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചാലഞ്ച് ചെയ്യട്ടെ, വേർ ആർ ദ ഫാദേഴ്സ്? എവിടെയാണ് പിതാക്കന്മാർ? എവിടെയാ വളർത്തുന്ന പിതാക്കന്മാർ? ചതിക്കുന്നവരല്ല, അപവാദം പറയുന്നവരല്ല, ചതിയന്മാരുടെ കൂട്ടമല്ല ദൈവത്തിന്റെ സഭ, സ്നേഹത്തിന്റെ കൂട്ടമാണ് ദൈവസഭ. അടുത്ത വർഷം നിങ്ങൾ എന്നെ വിളിക്കോ? അടുത്ത വർഷം വിളിക്കുമെങ്കിൽ അടുത്തൊരു സെന്റൻസ് കൂടെ പറയാം. അടുത്ത വർഷം വിളിക്കോ? ആർമി ക്രൂസേഡ് അല്ല ദൈവസഭ, ലവ് ആർമി ക്രൂസേഡ് ആണ് ദൈവസഭ. ചതിയല്ല, നുണപ്രചരണമല്ല, കുതികാൽ വെട്ടല്ല. പകരം സ്തോത്രം ദൈവകൃപയാൽ മനസ്സിലാക്ക്, അടുത്തുള്ള സഹോദരനെ നിന്നെക്കാൾ സ്നേഹിച്ച് അവനെ കെയർ ചെയ്ത് അവനെ കവർ ചെയ്ത്
സോ അവിടെയാണ് ശുശ്രൂഷ വെളിപ്പെടുന്നത്. ഇവനെ നിയന്ത്രിക്കാൻ ആരുമില്ല, അവനെ നിയന്ത്രിക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. എന്നെ ആരെ നിയന്ത്രിക്കണ്ട? എന്ത്? ഓ, എനിക്കെല്ലാം അറിയാം. എനിക്ക് ഉൽപ്പത്തിക്ക് മുമ്പും അറിയാം, പറയും ബാക്കി വെളിപ്പാടിന് ശേഷം അറിയാം. അതാണ് നിന്റെ കുഴപ്പം. ഇടയ്ക്കുള്ളത് നിനക്ക് അറിഞ്ഞൂടാ, ഇടയ്ക്കുള്ളത് നിനക്ക് അറിഞ്ഞൂടാ. ഇടയ്ക്കുള്ളത് വീണ്ടും കൂടുതൽ പൈസ തരണ്ട, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയാം. സ്തോത്രം. അതെ, ഇടയ്ക്കുള്ളത് ഒരു അബ്രഹാം ഉണ്ടെങ്കിൽ, ഒരു മൽക്കിഷദക്കുണ്ട്, ഒരു ഏലീശായി ഉണ്ടെങ്കിൽ, ഒരു ഏര്യാവുണ്ട്, ഒരു മോശ ഉണ്ടെങ്കിൽ, ഒരു യിത്രോ ഉണ്ട്, ഒരു തീത്തോസ് ഉണ്ടെങ്കിൽ, ഒരു പൗലോസ് ഉണ്ട്, ഒരു തിമോഥെയോസ് ഉണ്ടെങ്കിൽ, ഒരു പൗലോസ് ഉണ്ട്, ഒരു പൗലോസ് ഉണ്ടെങ്കിൽ, ഒരു ബർന്നബാസ് ഉണ്ട്, ഒരു യേശു ഉണ്ടെങ്കിൽ, അതെ, ഒരു യോഹന്നാൻ സ്നാപകനുണ്ട്. യവനെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ ഇൻഡിപെൻഡന്റ്, ആർക്കും ഡിപ്പെൻഡന്റ് അല്ല. ഞാൻ ഇൻഡിപെൻഡന്റ് അല്ല, ഞാൻ ഇന്റർ ഡിപ്പെൻഡന്റ്. ഒരിക്കൽ കൂടെ, ഞാൻ ഇൻഡിപെൻഡന്റ് അല്ല, ഞാൻ ഇന്റർ ഡിപ്പെൻഡന്റ്. എനിക്കില്ലാത്ത ജിസനുണ്ട്, ജിസനില്ലാത്ത എനിക്കുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ മഹത്വമുണ്ട്. കൈയടിക്കുന്ന നേരെ കൈയടിക്കു കൂട്ടി. ഇവനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയത്തില്ല. മാത്രമല്ല, ഇവന് സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്താ ഉള്ളത്. ഇവന് പ്രകൃത്യാതീത ബലമാണുള്ളത്. ഇവനെ വിലങ്ങളിലിട്ട് നോക്ക്, ഇവനെ ചങ്ങലയിലിട്ട് നോക്ക്, വിലങ്ങളിലിട്ട് നോക്ക്, ചങ്ങലയിലിട്ട് നോക്ക്, അവനെ പൂട്ടാൻ പറ്റത്തില്ല, അവനെ പൂട്ടാൻ പറ്റത്തില്ല. അവൻ്റെ കയ്യിലുള്ളതായ അവൻ്റെ ബലം ഉപയോഗിച്ച് ചങ്ങലയെ, വിലങ്ങിനെ അവന് ഉരുമി അവൻ ഒടിച്ചു കളയും. അവന് ചങ്ങലയെ വിലങ്ങിനെ ഉരുമി ഒടിച്ചു കളയും. അത് വായിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇവനെ ഒളിമ്പിക്സിൽ വിട്ടിരുന്നെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഗോൾഡ് മെഡൽ കിട്ടുമായിരുന്നു. എന്തൊരു ബലമാണ്, എന്തൊരു ബലമാണ്, എന്തൊരു ബലമാണ്. ചിലതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഈ ഭൂതങ്ങൾ അടലി മാറുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, മിരിങ്ങക്ക കമ്പ് പോലെയുള്ളത് എന്തു ബലമാണ്. അത് അവരുടെ ബലമല്ല, ഭൂതത്തിൻ്റെ ബലമാണ്, സാത്താൻ്റെ ബലമാണ്. എന്നാൽ സാത്താന് ശക്തിയുണ്ടെങ്കിൽ ദൈവം സർവശക്തനാണ്. സാത്താൻ ശക്തൻ, ദൈവം സർവശക്തൻ. സ്തോത്രം. സാത്താന് ബുദ്ധിയുണ്ട്, ദൈവം സർവജ്ഞാനി. സാത്താൻ ഉന്നതൻ എന്നാരെങ്കിലും പറയുന്നെങ്കിൽ എൻ്റെ ദൈവം അത്യുന്നതൻ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. പ്രകൃത്യാതീതമായ ബലം ഭൂതകരസ്ഥനമേലുണ്ട്. സ്തോത്രം. പക്ഷേ ഇങ്ങനെയും ദേഷ്യമുണ്ടോ ചിലതിന്? എന്തൊരു ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ്. കുറച്ച് വെള്ളമെടുത്ത് ചൂടായിരിക്കുന്ന ഇസ്തിരിപ്പെട്ടിയിൽ ഇട്ടാൽ എന്ന് ശീൽക്കാര ശബ്ദം ഉണ്ടാകുന്നത് പോലെ, ഓഫിയാൻ മറന്ന ഇസ്തിരിപ്പെട്ടി പോലെ, ഓഫിയാൻ മറന്നതായ അയൺ ബോക്സ് പോലെയാണ് ചിലത് ജീവിക്കുന്നത്. അടുക്കാൻ പറ്റത്തില്ല, അടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോഴേക്കും ക്രൈസ്റ്റ് സെൻ്ററിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥലമൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ ചെന്നപ്പോഴേക്കും സ്തോത്രം. അതെ, ഒരാളിങ്ങനെയാണ്, ഒരു ഭാര്യ ഭർത്താവിനോട് ഇങ്ങനെയാണ് പറയുന്നത്, പതുക്കെ പറ, പെണ്ണ് കേൾക്കും. മോള് കേൾക്കുമെന്ന്. പതുക്കെ പറ, മോള് കേൾക്കും. കാര്യം എന്താ? മോള് കേട്ടാൽ പിന്നെ മൂന്നാം ലോകം ആയുധ. പിള്ളേരെ പേടിച്ചാ ജീവിക്കുന്നേ, അല്ലെങ്കിൽ മോനെ പേടിച്ചാ ജീവിക്കുന്നേ, ആ പുള്ളിയെ പേടിച്ചാ ജീവിക്കുന്നത്. ദേഷ്യം വന്നാൽ, സ്തോത്രം, ദേഷ്യം വന്നാൽ പിന്നെ എന്തും ചെയ്യും. ജനലൊക്കെ അടിച്ചു പൊട്ടിക്കുമെന്നാണ് ആ വീട്ടുകാർ പറയുന്നത്. കഴിഞ്ഞിടയ്ക്ക് വർഷം നോക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു, ലവാപ്പാലയുടെ 12 പ്ലേറ്റ് ഇങ്ങനെ കഴുകി വച്ചിരുന്നു. വൈകിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. മോളെ അവളെ പേര് വിളിച്ചിട്ട്, അവരെ പേര് പറഞ്ഞാൽ ആ പേരുള്ള പല പിള്ളേരും ഇവിടെയുണ്ട്, അതുകൊണ്ട് പേര് പറയുന്നില്ല. സ്തോത്രം. മോളെ, ഈ 12 ഈ പ്ലേറ്റ് കൊണ്ടുവന്ന്, സ്തോത്രം, അതെ, അകത്ത് വെക്ക്, ഈ പ്ലേറ്റ് എടുത്ത് അകത്ത് വെക്ക്. മെസ്സി ഫുട്ബോൾ തട്ടുന്ന പോലെ അവൾ തട്ടി. നിങ്ങൾ ഫുട്ബോൾ കാണത്തില്ല, നിങ്ങൾ ക്രിക്കറ്റേ കാണത്തുള്ളൂ. സ്തോത്രം. നിയന്ത്രിക്കാൻ പറ്റത്തില്ല. എന്തൊരു കോപമാണ്, എന്തൊരു കോപം, ഭയങ്കര കോപമാണ്, നിയന്ത്രിക്കാൻ കഴിയാത്ത കോപം. എന്തൊരു കള്ളം പറച്ചിലാണ്, എന്തൊരു കള്ളം പറച്ചില്ല. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് എന്തൊരു കള്ളം പറച്ചിലാണ്. സ്തോത്രം. 2 കാര്യത്തിനേ അവൻ വാതുറക്കത്തുള്ളൂ, ഒന്ന് ആഹാരം കഴിക്കാനും മറ്റൊന്ന് കള്ളം പറയാനും. എന്തൊരു കള്ളം പറച്ചിലാണ്, എന്തൊരു കള്ളം പറച്ചിലാണ്. ആ ഏരിയയിൽ നിയന്ത്രണമില്ല. നിങ്ങളെന്താ മലയാളികൾ അല്ലയോ സ്വത്തം പറയാതെ ഇങ്ങനെ ഇരിക്കുന്നത്? ഒത്തിരി നോൺ മലയാളികൾ വന്നിട്ടുണ്ട്.
ഒത്തിരി നോൺ മലയാളി ഉള്ള കാര്യം. ചങ്കിന് കുത്തുന്ന ദൂത് വരുമ്പോഴേക്കും മിണ്ടത്തില്ല. കൊക്കിനെ കണ്ടിട്ടുണ്ടോ? കൊക്ക് ചെറിയ മീൻ വരുമ്പോ പെട്ടെന്ന് കൊത്തും. ഈ വലിയ മീൻ വരുമ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വലിയത് വരുമ്പോ വലുത് ഉള്ളത് പറയാൻ. ഇത് പറയാനാ ഞാൻ വന്നേ. നിനക്ക് ബഹളമിടാൻ അറിയാം. നിന്റെ ബഹളമല്ല ദൈവം ചോദിക്കുന്നത്, നിന്റെ ജീവിതമാണ് ദൈവം ചോദിക്കുന്നത്. നിന്റെ അന്യഭാഷയല്ല നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. വേദപുസ്തക പ്രകാരമുള്ളതായ ജീവിതമാണ് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ആർക്കും നിയന്ത്രിപ്പാൻ കഴിയത്തില്ല. ചില ഏരികൾ നിയന്ത്രണമില്ല, ഫോണിൽ നിയന്ത്രണമില്ല, സംസാരത്തിൽ നിയന്ത്രണമില്ല, ജീവിതത്തിന്റെ ചില വ്യക്തി സ്വകാര്യ ഏരികളിൽ നിയന്ത്രണമില്ല. ചില ഏരികൾ നിയന്ത്രണം കിട്ടുന്നില്ലെങ്കിൽ വേറെ ഏതോ ഒരു ശക്തിയാണ് ആ ഏരികൾ നിയന്ത്രിക്കുന്നത്. ആർക്കും നിയന്ത്രിപ്പാൻ കഴിയുന്നില്ല. ആ ഏരികൾ നിയന്ത്രണമില്ല. ഇന്ന് രാത്രി നിലവിളിച്ചു പറ, അപ്പാ ആ ഏരിയയിൽ എനിക്ക് നിയന്ത്രണമില്ല, വേറൊരു ശക്തി നിയന്ത്രിക്കുന്നു. പാപമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു. വേണ്ട വേണ്ട എന്ന് പറയുന്നു, പക്ഷേ വേണ്ട വേണ്ട എന്ന് ഞാൻ പറയുന്നു, പക്ഷേ അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു. അത് മോശമെന്നറിയാം, പക്ഷേ ഞാൻ തെറ്റിപ്പോകുന്നു. മറ്റൊരു ശക്തി എന്നിൽ വ്യാപരിക്കുന്നു എന്ന് ഇന്ന് രാത്രി നിലവിളിക്കുന്നെങ്കിൽ യേശു പോരാട്ടം കണ്ടിട്ട് പോകത്തില്ല. ഇന്ന് രാത്രി നിനക്ക് വിടുതലുണ്ടായിരിക്കും. ജനം, ഇന്ന് രാത്രി നിനക്ക് വിടുതലുണ്ട്. In the name of Jesus, നിനക്ക് വിടുതലുണ്ട്. അവനാരും നിയന്ത്രിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നഗ്നനാണ്, കല്ലറയിലാണ് കിടക്കുന്നത്. സ്തോത്രം. ആർക്കും നിയന്ത്രിപ്പാൻ കഴിയത്തില്ല. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബലമാണുള്ളത്. അഞ്ചാമതായി ഞാൻ പറയട്ടെ, ചിലപ്പോൾ അവൻ മലയിലായിരിക്കും. മലയിലും താഴ്വരയിലും അവൻ നിലവിളിച്ച് ഓടി നടന്നു. മലയിലും താഴ്വരയിലും, താഴ്വരയിലും മലയിലും, മലയിലും താഴ്വരയിലും, താഴ്വരയിലും മലയിലും ഒരിടത്ത് സ്ഥിരമായിട്ട് അവനില്ല. അവനിങ്ങനെ പലതിൽ ഓടി നടക്കുകയാണ്. അപ്പൊ സ്കൂളുകൾ പലത് മാറുകയാണ്, കോളേജ് പലത് മാറുകയാണ്, കമ്പനികൾ പലത് മാറുകയാണ്, ജോലികൾ പലത് മാറുകയാണ്. ഒന്നിൽ നിൽക്കുന്നില്ല. നിൽക്കുന്ന 2 മാസം നിൽക്കുമ്പോ, 3 ആഴ്ച നിൽക്കുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, എന്തെങ്കിലും ഒരു പോരാട്ടം വന്ന്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന്, പ്ലേസ് ടു പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് സാത്താൻ നിന്നെ ഓടിച്ചിട്ട് ഇരിക്കുകയാണ്. ആ അനുഭവത്തിലൂടെ പല പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു സ്കൂള്, പല സ്കൂള് മാറിയവർ, പല കോളേജ് മാറിയവർ, പല ജോലി മാറിയവർ, ഈവൻ പല രാജ്യങ്ങൾ മാറിയവർ, ഒന്നും സക്സസ് ആകുന്നില്ല. കേക്ക് സ്തോത്രം. ഒരു സസ്യത്തെ ഒരു സ്ഥലത്ത് നട്ടു, 2 ആഴ്ച അവിടെ നിന്നു, അല്ലെങ്കിൽ 2 മാസം നിന്നു, പിന്നെ അതിനെ പറിച്ചെടുത്ത് വീണ്ടും മറ്റൊരിടത്ത് നടുകയാണ്, അവിടെ നിന്ന് പറിച്ചെടുത്ത് വേറൊരിടത്ത് നടുകയാണ്. അതിനൊരിക്കലും വളരുവാൻ കഴിയാതിരിക്കുന്നത് പോലെ ഒന്നിലും സ്ഥിരപ്പെടുവാൻ കഴിയുന്നില്ല. ഒരു സഭയിലും സ്ഥിരപ്പെടുവാൻ കഴിയുന്നില്ല, ഒരു കൂട്ടായ്മയിലും സ്ഥിരപ്പെടുവാൻ കഴിയുന്നില്ല, ഒരു ലീഡർഷിപ്പിൽ സ്ഥിരപ്പെട്ട് നിൽക്കാൻ കഴിയുന്നില്ല. സാത്താൻ നിന്നെ കൂട്ടായ്മയിൽ നിന്ന് കൂട്ടായ്മയിലേക്ക്, ആ ശുശ്രൂഷയിൽ നിന്ന് ഈ ശുശ്രൂഷയിലേക്ക്, ഈ ശുശ്രൂഷയിൽ നിന്ന് മറ്റേ ശുശ്രൂഷയിലേക്ക്, ഈ സഭയിൽ നിന്ന് മറ്റേ സഭയിലേക്ക് സാത്താൻ നിന്നെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സത്യം അരക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പായിട്ട്, വിശ്വാസം എന്ന പരിചയം ഏറ്റെടുത്ത്, രക്ഷ എന്ന ശിരസ്ത്രമണിഞ്ഞ്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളിനെ കൈക്കൊണ്ട്, ആത്മാവിൽ നിറയപ്പെട്ട അന്യഭാഷ പറഞ്ഞ് ആ പോരാട്ടത്തിന് നേരെ തിരിഞ്ഞ് നീ നിൽക്കുമ്പോൾ നിന്നെ ഓടിക്കുന്ന പോരാട്ടം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തിരിഞ്ഞോടുവാൻ വേണ്ടി പോകുന്നു. നിന്നെ ഓടിക്കുന്ന ജോലിയിൽ നിന്ന് നിന്നെ ഓടിക്കുന്ന, വരുമാനത്തിൽ നന്മയിൽ നിന്ന് ഓടിക്കുന്ന സകല തിന്മകൾ യേശുവിന്റെ നാമത്തിൽ തിരിഞ്ഞു പോകട്ടെ. എൻ്റെ നോട്ടിലില്ലാത്ത ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവം നടാത്തത് സകലതും ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നിന്ന് വേരോടെ പറഞ്ഞു പോകുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കൽ കൂടെ കർത്താവ് നടാത്ത സകലതും, കൈയടിക്കുന്ന നേരെ കൈയടിക്കണം. കർത്താവ് നടാത്ത, ദൈവം ഇല്ലാത്ത സകലതും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേരോടെ നിന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു പോകുവാൻ വേണ്ടി പോകുന്നു. പകരം
പകരം ദൈവം നിന്നെ നടുകയാണ്. ഈ ശുശ്രൂഷയിൽ ദൈവം നിന്നെ നടുകയാണ്. വ്യക്തിയായി കുടുംബമായി ദൈവം നിന്നെ നട്ടിരിക്കുകയാണ്. സ്കോട്ട് ബ്രദറെ, ആടി നിൽക്കുന്ന പലതിനെ ഇന്ന് രാത്രി ദൈവം ഉറപ്പിക്കുകയാണ്. ആടി നിൽക്കുന്ന കുടുംബങ്ങളെ മോനെ ദൈവം ഇന്ന് രാത്രി ഉറപ്പിക്കുകയാണ്. ആടുന്നതെല്ലാം ഉറക്കട്ടെ, അണഞ്ഞിരിക്കുന്നതെല്ലാം ജ്വലിക്കട്ടെ. ആടി നിൽക്കുന്നത് ഉറക്കട്ടെ, അണഞ്ഞു നിൽക്കുന്നതെല്ലാം ജ്വലിക്കട്ടെ. നീ വന്നു കയറിയതല്ല, ദൈവം നിന്നെ നട്ടതാണ്. Come on, come on, come on, come on, come on. ശക്തിയോടെ, ശക്തിയോടെ. യെസ് യെസ്, വായു തുറന്ന്, വായു തുറന്ന്, വായു തുറന്ന്. വന്നു കയറിയതല്ല, ദൈവം നിന്നെ നട്ടതാണ്. ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ നട്ടതെങ്കിൽ നിന്നെ പറിച്ചു കളവാൻ വേറെ ആർക്കും കഴിയത്തില്ല, വേറെ ഒന്നിനും കഴിയത്തില്ല. ദൈവം നിന്നെ നട്ടതാണെങ്കിൽ ആർക്കും പറിച്ചു കളവാൻ കഴിയത്തില്ല, ആർക്കും സ്തോത്രം ഇളക്കാൻ കഴിയത്തില്ല. ദൈവം നിന്നെ നട്ടതായതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തെ ഞാൻ റിലീസ് ചെയ്ത് പറയുന്നു. ദൈവം നിന്നെ നട്ടതായതുകൊണ്ട് നീ ആഴത്തിൽ വേരൂന്നി ഉയരത്തിൽ ഫലം കായ്ക്കാൻ പോകുന്നു. ആഴത്തിൽ വേരൂന്നി നീ ഉയരത്തിൽ ഫലം കായ്ക്കാൻ പോകുന്നു. കമാൺ, എന്റെ ശബ്ദം ഉയരട്ടെ. ആഴത്തിൽ വേരൂന്നി നീ ഉയരത്തിൽ ഫലം കായ്ക്കാൻ പോകുന്നു. അറാമതായി ഇവന്റെ പ്രത്യേകത, ഇവന് മലയിലും താഴ്വരയിലും ഇങ്ങനെ ഓടി നടക്കുക മാത്രമല്ല ചെയ്യുന്നത്. ബൈബിൾ പറയുന്നു, സ്തോത്രം, കല്ലൊക്കെ എടുത്ത് സ്വന്തം ശരീരത്തെ അവൻ ചതയ്ക്കുന്നു. നല്ല കൂർത്ത് മൂർത്ത കല്ലുകൾ. ഞാൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ തെക്കുപുലി നാടിൽ ധാരാളം പാറകളുണ്ട്, പലതരത്തിലുള്ള കല്ലുകളുണ്ട്. ആ കല്ലുകളൊക്കെ എടുത്ത് 6000 ഭൂതം അവൻ്റെ മേൽ ഇരിക്കുക. ആ ഭൂതം അവനെ കൊല്ലാൻ നോക്കുക, ആ ഭൂതം എങ്ങനെയെങ്കിലും അവനെ തകർക്കാൻ നോക്കുക. സ്തോത്രം, ആ കല്ലെടുത്ത് അവനിതാ കയ്യും കാലും ഒക്കെ സ്തോത്രം ചതക്കുക. ആ ചെറുക്കൻ്റെ അടുക്കലേക്ക് പോയാൽ, ആ ചെറുക്കൻ്റെ അടുക്കലേക്ക് പോയാൽ മുഴുവൻ മുറിവ. ഒരു മുറിവുണ്ടായി, 2 ആഴ്ചയായി. അതിങ്ങനെ പതുക്കെ ശമിച്ചു വരുമ്പോൾ, ആറി വരുമ്പോൾ വീണ്ടും ആ ദുരാത്മാവ് അവൻ്റെ മേൽ വന്നിട്ട് വീണ്ടും അടുത്ത മുറിവ് അവൻ ഉണ്ടാക്കിയ. ആ മുറിവ് തീരുമ്പോൾ വീണ്ടും അടുത്ത പോരാട്ടം, അടുത്ത മുറിവുണ്ടാക്കിയ. അവൻ്റെ ജീവിതം തന്നെ മുറിവിലാണ്. മുറിഞ്ഞ് അവൻ ജീവിക്കുകയാണ്. ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്. മുറിഞ്ഞ് ജീവിക്കുകയാണ്. നാട്ടിൽ നിന്ന് മുറിവ്, അയൽവാസിയിൽ നിന്ന് മുറിവ്, പഴയ അകന്ന ബന്ധുവിൽ നിന്ന് മുറിവ്, വീട്ടിൽ നിന്ന് മുറിവ്, വാക്കിൽ മുറിവ്, പ്രവൃത്തിയിൽ മുറിവ്. യേശുവിൻ്റെ നാമത്തിൽ പന്നപ്പിശാചേ, ചെകുത്താനെ, സാത്താനെ, ഇത് പഞ്ചായത്ത് വകയല്ല. നിനക്ക് തോന്നിയതുപോലെ തട്ടാൻ, തോന്നിയതുപോലെ മുറിവേൽപ്പിക്കാൻ എൻ്റെ സൈഡിലും എൻ്റെ മുന്നിലും ഇരിക്കുന്ന ഇത് പഞ്ചായത്ത് വകയല്ല. ഇത് സ്വന്തം ജനമാണ്. യേശുവിൻ്റെ രക്തത്തിൽ വിലക്ക് വാങ്ങിയിരിക്കുന്ന സ്വന്തം ജനമാ. ഒരു സഭയിൽ വന്നു കയറി ഞാനങ്ങ് മുറിവേറ്റു. ഒരു കൂട്ടായ്മയിൽ വന്നു കയറി അവിടുത്തെ ബ്രദർമാർ എന്നെ മുറിച്ചു. നോ, അത് പൈശാചികം. സാത്താനാണ് നിന്നെ മുറിക്കുന്നത്. ദൈവം നിന്നെ മുറിവ് കെട്ടുന്നവനാണ്. വല്ലവന്റെ ആട്ടും തുപ്പും കൊണ്ട് ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിൽ ഫ്രീഡം, ദൈവിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. മുറിവേൽപ്പിക്കുന്ന സകല അന്ധകാര ശക്തികളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ശാസിക്കുന്നു. Come on, come on, come on, come on. Yes, yes, yes. വിടുതല. Yes, yes. ശബ്ദമുയർത്തിയ പോരാട്ടത്തെ ശാസിക്കുക. വാ തുറന്ന പോരാട്ടത്തെ യേശുവിന്റെ നാമത്തിൽ ഓടിക്ക.
എന്നാൽ അവൻ വേറുള്ളവരല്ല അവനെ മുറിവേൽപ്പിക്കുന്ന, അവൻ തന്നെ മുറിവേൽപ്പിക്കുക. അതാണ് ഇവിടുത്തെ പ്രശ്നം. അവൻ തന്നെ കല്ലെടുത്ത് ചതച്ച് മുറിവേൽപ്പിക്കുക. അയ്യോ ബ്രദറെ, എന്തിനാ ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾ കല്ലും കത്തിയൊന്നും എടുത്ത് ഞങ്ങളെ മുറിവേൽപ്പിക്കത്തില്ല. തന്നെ കല്ലും കത്തിയെടുത്ത് മുറിവേൽപ്പിക്കത്തില്ല. പക്ഷേ കത്തിയേക്കാൾ മൂർച്ചയുള്ള നാക്കുകൊണ്ട് ഞാൻ ശരിയാവൂല, ഞാൻ നന്നാവൂല, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ കണ്ണുനീരോടെ ജനിച്ച് ഞാൻ എന്നും കരഞ്ഞ് എന്നെ ജീവിക്കും. ദുഃഖപുത്രൻ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ മുറിവേൽപ്പിക്കല്ല. നിന്നെ നോക്കി നീ തിന്മ പറയല്ല. നിന്റെ ഭാവിയെ നോക്കി തിന്മ പറയല്ല, പരാജയം പറയല്ല. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ ആകാശത്തെ നോക്കി പ്രവചിച്ചു, ഭൂമിയെ നോക്കി പ്രവചിച്ചു, പട്ടണങ്ങളെ നോക്കി പ്രവചിച്ചു, ഗ്രാമങ്ങളെ നോക്കി പ്രവചിച്ചു, അതെ ലോക രാജ്യങ്ങളെ നോക്കി പ്രവചിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ, നിങ്ങൾക്ക് അവനെ അറിയാവുന്ന എനിക്കറിയത്തില്ല. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ മറ്റുള്ളവരെ നോക്കിയല്ല മാത്രമല്ല പ്രവചിച്ചത്, മറ്റുള്ളവരെ നോക്കി മാത്രമല്ല പ്രവചിച്ചത്, സ്വന്തമായി തന്നെ നോക്കി പ്രവചിച്ചു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ കർത്താവ് യേശു. ഗ്രാമത്തെ നോക്കി, പട്ടണത്തെ നോക്കി, ദേശങ്ങളെ നോക്കി, കുടുംബങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, ആകാശത്തെ നോക്കി, ഭൂമിയെ നോക്കി യേശു പ്രവചിച്ചു. അവസാനം 12 ശിഷ്യന്മാരുടെ പാദം കഴുകി പെസഹ സ്തോത്രം ആചരിച്ച ശേഷം അവർ സ്തോത്രഗീതം പാടി ഒരു മലയ്ക്ക് പുറപ്പെട്ടു പോവുകയാണ്. എത്ര പേർ ആ ഭാഗം വായിച്ചിട്ടുണ്ട്? ശിഷ്യന്മാരുടെ കാല് കഴുകിയ ശേഷം സ്തോത്രഗീതം പാടി. ആ സ്തോത്രഗീതത്തിൻ്റെ പേരാണ് ഹലീൽ. 114, 115, 116, 117, 118 തുടങ്ങി 114, 15, 16, 17, 18 ഈ 5 സങ്കീർത്തനങ്ങൾ ചേരുന്നതാണ് ഹലീൽ. യേശു ഹലീൽ പാടി സ്തോത്രം അതേ ഒലിമലയ്ക്ക് ശിഷ്യന്മാരുമായി പുറപ്പെട്ടു. പിന്നെ ഗദശമനിയാണ്, പിന്നെ ചാട്ടവറടിയാണ്, പിന്നെ അതേ സ്തോത്രം ക്രൂശാണ്, പിന്നെ ക്രൂശിൻ്റെ വഴിയാണ്, പിന്നെ മരണമാണ്, അടക്കമാണ് സ്തോത്രം. എന്നാൽ യേശു ഹലീൽ പാടിയാണ് പോയത്. ഹലീൽ 114, 15, 16, 17, 18 അതിൻ്റെ ഒരു വരി മാത്രം ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം. അതിൻ്റെ ഒരു വരി യേശു എന്ത് പറഞ്ഞെന്നറിയോ? ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. അല്പോടെ വോളയും കൂട്ടി പറയോ? ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കുക. അർത്ഥം, ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കർത്താവേ ഗദശമനിയാണ് വരുന്നത്, യൂദാ വരുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പത്രോസ് തള്ളിപ്പറയുന്നുണ്ട്, ചുറ്റിക റെഡിയാണ്, ആണിയും റെഡിയാണ്, ക്രൂശ് ഓമാർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, കല്ലറ ഒരുക്കി കഴിഞ്ഞു, എല്ലാം റെഡിയായിരിക്കുന്നു. പക്ഷേ കർത്താവ് എന്നെ നോക്കി ചിരിച്ചിട്ട് പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ പറയാം, സുരേഷേ ഇത് ജസ്റ്റ് 3 ദിവസമേ ഉള്ളൂ. Come on, just 3 days. ഇത് 3 ദിവസമേ ഉള്ളൂ. ഇത് 3 ദിവസം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ദൂത് അബ്രഹാം ഉയർത്തില്ല, ഇസഹാക്ക്, യാക്കോബ് സ്തോത്രം ആരും ഉയർത്തില്ല, ദാവീദ്, ദാനിയേൽ ആരും ഉയർത്തില്ല. പക്ഷെ മറ്റുള്ളവർ തോറ്റെടുത്ത് ഞാൻ ജയിക്കുക. ഏറ്റെടുക്കണം. മറ്റുള്ളിടത്ത് തോറ്റെടുത്ത് നിനക്കൊരു ജയമുണ്ട്. മറ്റുള്ളവർ തകർന്നെടുത്ത് നിനക്കൊരു പണിയുണ്ട്. മറ്റുള്ളവർ തീർന്നെടുത്ത് നിനക്ക് പുതിയൊരു തുടക്കമുണ്ട്. അതുകൊണ്ട് തിന്മ പറയല്ല. തിന്മ സ്തോത്രം കല്ലെടുത്ത് ചതയ്ക്കുന്നത് പോലെ തിന്മ പറയല്ല. ഭൂതഗ്രസ്തൻ കല്ലെടുത്ത് തന്നെത്താൻ ചതച്ചു. ഞാൻ നിർത്തി അവസാനത്തെ പോയിന്റ്. സ്തോത്രം, അവൻ ഒറ്റയ്ക്ക് നിലവിളിച്ചിട്ടിരുന്നു. അക്കരെ ഉണ്ടായിരുന്ന യേശു സ്തോത്രം ഇക്കരെ വരേണ്ട കാര്യം ഇതാണ്. നമ്പർ 7, അവൻ ഒറ്റയ്ക്ക് നിലവിളിച്ചു. രാവും പകലും അവൻ ഒറ്റയ്ക്ക് നിലവിളിച്ചാ ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് കരയുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒറ്റയ്ക്ക് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു നിന്നെ തേടി വരികയാണ്.
അവൻ ഒറ്റയ്ക്ക് കടന്നു വരികയാണ്. ഞാൻ ആ ചെറുക്കനെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞോടാ, ഇനി നിന്നെ തുലയ്ക്കാൻ പിശാചിന് കഴിയത്തില്ല. ദക്കപ്പലി നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടു 30 മീറ്റർ ഉയരമുള്ളതായ വലിയ ഉയർന്ന പാറകൾ അവിടെ ഉള്ളത്. ഇതിലൂടെയാ ശരം വിട്ടതുപോലെ രാത്രിയും പകലും ഈ ചെറുക്കൻ ഓടുന്നത്. അല്പം ഒന്ന് കാല് വഴുതിയിരുന്നെങ്കിൽ തലയടിച്ചവൻ ചത്തുപോയേനെ. എൻ്റെ കർത്താവ് എന്നെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഇവനെ കൊല്ലാൻ രാത്രിയും പകലും സാത്താൻ ഇങ്ങനെ ഓടിച്ചിട്ടിരുന്നു. ഇവനെ താഴ്വരയിലേക്ക് ഓടിച്ചു, തിരികെ മലയിലേക്ക് ഓടിച്ചു. ഇവനെ തകർക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും സാത്താൻ മെനഞ്ഞു. പല ആക്സിഡന്റുകൾ, പല അനർത്ഥങ്ങൾ ഇവനെ കൊല്ലാൻ നോക്കി. അവൻ്റെ കാര്യം പറയാതെ ഞാൻ നിന്റെ കാര്യം പറയട്ടെ. നിന്നെ കൊല്ലാൻ പിശാച് ഒത്തിരി നോക്കിയതാണ്. അനർത്ഥങ്ങൾ വന്നതാണ്, അപകടങ്ങൾ വന്നതാണ്, മാരക രോഗങ്ങൾ വന്നതാണ്. പക്ഷെ നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. ദൈവം എന്നെ നിർത്തിയെന്ന് വിശ്വാസമുള്ളവർ 30 സെക്കൻഡ് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. Come on, come on, come on, come on, come on, come on. ശക്തിയോടെ, 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 ശക്തിയോടെ. ചെറുക്ക, ഇനി നിന്നെ തുലയ്ക്കാൻ ഈ ദുരാത്മാക്കൾക്ക് കഴിയത്തില്ല. ഇനി നിന്നെ തകർക്കാൻ അതേ ആർക്കും കഴിയത്തില്ല. കാര്യം എന്താ? യേശു നിന്നെ കണ്ടു കഴിഞ്ഞു. യേശു നിന്നെ കണ്ടു കഴിഞ്ഞു. അവനിതാ വരികയാണ്. തൻ്റെ അപ്പോസ്തലന്മാരുമായി നിന്നെ വിടിപ്പിപ്പാൻ യേശു കർത്താവ് വരികയാണ്. നീ തൊലയണമായിരുന്നെങ്കിൽ ഇതിനകത്ത് വരുന്നതിന് മുൻപായിരുന്നു. നീ തീരണമായിരുന്നെങ്കിൽ പണ്ടായിരുന്നു. ഇനി നിനക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയത്തില്ല. ഇനി നിനക്ക് തകർക്കപ്പെടാൻ കഴിയത്തില്ല. ഇനി നിനക്ക് ഉടയ്ക്കാൻ പെടുവാൻ കഴിയത്തില്ല. യേശു നിന്നെ കണ്ടു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശു കർത്താവ് വരികയാണ്. യേശു കർത്താവ് വരികയാണ്. യേശു കർത്താവ് വരികയാണ്. എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ട്. എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ട്. എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് പറയുന്നവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. ഒരു 4 പേരുടെ തോളത്ത് സഹോദരന്മാരോട് 4 പേരെ തൊട്ടിട്ട് പറഞ്ഞാട്ടെ, നിങ്ങളുടെ സഹായം വന്നുകൊണ്ടിരിക്കുന്നു. 4 പേരെ പറ. ഒരാളിനോട് പറഞ്ഞു. ഇനി അടുത്ത ആളിനോട് പറ. 4 പേരോട്. ആൻറ്റി 3 പേരോടല്ല, 4 പേരോട്. 2 പേരോടല്ല, 4 പേരോട് പറയണം. കള്ളം പറയും നിൽക്കുന്നത്. നോക്ക് 4 പേരെ തൊട്ട് പറ. എൻ്റെ സഹായം വരിക, എൻ്റെ സഹായം വരിക, എൻ്റെ സഹായം വരിക, എൻ്റെ സഹായം വരാ, എൻ്റെ സഹായം വരിക. കാറ്റിനെ ശാസിച്ച് കടലിനെ ശാന്തമാക്കി എൻ്റെ സഹായം വരിക. ഓ കമാൺ. ഈ വരവൊരു വരവാ. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഒത്തിരി പ്രാവശ്യം യാത്ര ചെയ്തു. പക്ഷെ വേറെ ഏതൊരു യാത്രയേക്കാൾ ഒത്തിരി തടസ്സമായിരുന്നു ഈ യാത്രയ്ക്കുള്ളത്. വേറെ ഒരു യാത്രയ്ക്കുമില്ലാത്ത കാറ്റടിച്ചു കേട്ടോ. വേറെ ഒരു യാത്രയ്ക്കുമില്ലാത്ത കാറ്റടിച്ചു. വേറെ ഒരു യാത്രയ്ക്കുമില്ലാത്ത അതേ സ്തോത്രം കൊന്തളിപ്പ്. തമിഴായി പോയി പറഞ്ഞത്. കടൽ പൊങ്ങി, കാറ്റടിച്ചു, തിരമാല പൊങ്ങി. വേറെ ഒരു യാത്രയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ യാത്രയ്ക്കുണ്ടായിരുന്നു. യേശുവേ, വേറെ ഒരു യാത്രയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ യാത്രക്കാണല്ലോ. അപ്പൊ ദൈവഹിതമല്ലയോ ഈ യാത്ര? ഈ തിരമാല വന്നത് കൊണ്ട്, ഈ കാറ്റുള്ളത് കൊണ്ട് ദൈവഹിതമല്ലയോ ഈ യാത്ര? അതെ സുരേഷേ, ഇത് 5 പോയിന്റ് 7 പോയിന്റ് തള്ളുന്ന ബൈബിൾ സ്റ്റഡിക്കല്ല ഞാൻ ഇറങ്ങിയത്. ഒരു വിടുതലിന്റെ ശുശ്രൂഷയ്ക്കാണ് ഞാൻ ഇറങ്ങിയത്. കേൾക്കണം. ഒരു വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. വേറെ ഒരു കുടുംബത്തിനുമില്ലാത്ത പോരാട്ടം നിനക്കുണ്ടെങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത നിന്ന നിനക്കുണ്ടെങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീരുണ്ടെങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത പരിഹാസമില്ല ഉണ്ടെങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത പ്രതികൂലം നിനക്കുണ്ടെങ്കിൽ മനസ്സിലാക്ക്, വേറെ ആർക്കും കഴിയാത്ത ഏതോ വിടുതലിന്റെ ശുശ്രൂഷ, വേറെ ആർക്കും കഴിയാത്തത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നിന്നിലൂടെ ചെയ്യുവാൻ പോകുന്നു. ഏറ്റെടുക്ക്. വിടുതലിന്റെ സൈന്യം കരങ്ങൾ അടിച്ചു വായ്കളെ തുറന്ന്, വിടുതലിന്റെ സൈന്യം കരങ്ങൾ അടിച്ചു വായ്കളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. Come on. വേറെ ആർക്കുമില്ലാത്ത പോരാട്ടം, വേറെ ആർക്കുമില്ലാത്ത കാറ്റ്, വേറെ ആർക്കുമില്ലാത്ത തിരമാല, വേറെ ആർക്കുമില്ലാത്ത നഷ്ടം, വേറെ ആർക്കുമില്ലാത്ത നിന്ന, വേറെ ആർക്കുമില്ലാത്ത അധികാരം, വേറെ ആർക്കുമില്ലാത്ത തീയ്, വേറെ ആർക്കുമില്ലാത്ത വിടുതൽ, വേറെ ആർക്കുമില്ലാത്ത അഭിഷേക മഹത്വം, വേറെ ആർക്കുമില്ലാത്ത ദൈവത്തിന്റെ പ്രവൃത്തി. Come on, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചേ.
ദക്കപ്പലി നാട്ടിൽ എൻ്റെ കർത്താവ് കാലെടുത്ത് വെച്ചപ്പോൾ, ദക്കപ്പലി നാട്ടിൽ യേശു കർത്താവ് കാലെടുത്ത് വെച്ചപ്പോൾ, ദക്കപ്പലി നാട്ടിൽ യേശു കർത്താവ് കാലെടുത്ത് വെച്ചപ്പോൾ 6000 ഭൂതം ഒരുമിച്ച് അലറി. വിടുതലിന്റെ ശുശ്രൂഷയുടെ തീയുമായി, വിടുതലിന്റെ ശുശ്രൂഷയുടെ അഗ്നി അഭിഷേകം ചുമന്ന് നിൽക്കുന്ന വ്യക്തികളെ നോക്കി, ശുശ്രൂഷകരെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, നീ കാലെടുത്ത് വയ്ക്കുമ്പോൾ ദേശത്തിൽ കുടിയിരിപ്പുകൾ അലറി മാറാൻ പോകുന്നു. Come on, take it. Take it. ആ പിന്നിൽ നിൽക്കുന്ന എല്ലാവരിലും തീ തീ തീ, ഫയർ ഫയർ ഫയർ. യേശുവിന്റെ നാമത്തിൽ വേറെ ആർക്കുമില്ലാത്ത പോരുകളും പോർക്കളങ്ങളും കണ്ടതായ വ്യക്തികൾ നോക്കി പറയട്ടെ, ചില വ്യക്തികളല്ല നിന്റെ മുൻപിൽ വിടുതൽ പ്രാപിപ്പാൻ പോകുന്നത്, പട്ടണങ്ങൾ നിന്റെ മുൻപിൽ വിടുതൽ പ്രാപിപ്പാൻ പോകുന്നു. ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം. ദേശങ്ങളുടെ വിടുതലാണ് നിന്റെ ശുശ്രൂഷ, ദേശങ്ങളുടെ വിടുതലാണ് നിന്റെ ശുശ്രൂഷ, രാജ്യങ്ങളുടെ വിടുതലാണ് നിന്റെ ശുശ്രൂഷ. അത് പറയുമ്പോൾ ചില താക്കോലുകൾ ചിലരുടെ മേൽ ചില താക്കോലുകൾ കർത്താവ് കൈമാറുകയാണ്. യേശു ഒരു വാക്ക് പറഞ്ഞു, 6000 ഭൂതം പുറത്തു പോയി. യേശു ഒരു വാക്ക് പറഞ്ഞു, 6000 ഭൂതം പുറത്തു പോയി. ഇതൊരു വിടുതലിന്റെ സൈന്യമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഒരു ഗിദെയോന്യ സൈന്യമാ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ നിമിത്തം മന്ത്രവാദ പുരകൾ പൂട്ടാൻ പോവാ. നീ നിമിത്തം മന്ത്രവാദികൾ രക്ഷിക്കപ്പെട്ട ദൈവവേല ചെയ്യാൻ പോവാ. അത് വിശ്വസിക്കുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ. ആ കരങ്ങൾ ഉയർത്തിയവരുടെ മുന്നിൽ വന്നേ 5 മിനിറ്റ് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. വരിക മുന്നിലേക്ക്. ഐ ഡോണ്ട് നോ, ഈ സ്പീക്കർ ഒന്ന് തിരിച്ചു വെച്ചാൽ എവർക്കൂടെ കേൾക്കാമായിരിക്കും. ഈ ലോവർ സ്പീക്കർ ഒന്ന് തിരിച്ചു വെച്ചാൽ എവർക്കൂടെ ഒന്ന് കേൾക്കാമായിരിക്കും. വരിക. എല്ലാവരും മുന്നിൽ വന്നേ. താങ്ക് യു ജീസസ്. വരിക. കം. എല്ലാ സഹോദരന്മാർ, ആ പിന്നിൽ നിൽക്കുന്ന VIP-കൾ എല്ലാവരും വന്നേ. ആ പിന്നിൽ നിൽക്കുന്നവർ ഉൾപ്പെടെയുള്ള എല്ലാവരും വന്നാണ്. താങ്ക് യു ജീസസ്. യഹോവയീരേ ദാതാവാം ദൈവം ജീസസ്, നീ മാത്രം മതി എനിക്ക്. വന്നേ. യഹോവ രാബ സൗഖ്യദായകൻ തൻ ആടിപ്പീണരാ സൗഖ്യമോ. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമേ ആവശ്യങ്ങൾ. കരങ്ങളെ ഉയർത്തി. യഹോവ ശമ്മാ നൽകുമേ ആവശ്യങ്ങൾ. കരങ്ങളെ ഉയർത്തി പാടിക്കേ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്.
യേശു മാത്രം മതി, യേശു മാത്രം മതി. ഇരു കരങ്ങളെ ഉയർത്തി യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ. Come on, എല്ലാവരും. യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ. കണ്ണുനീര് താഴ്വരയിൽ കണ്ണുനീർ താഴ്വരകൾ ജീവജലനദി ആക്കുമവൻ, ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജലനദി ആക്കുമവൻ, ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ, സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ, സ്നേഹക്കോടിക്കീഴിൽ വഹിക്കുമവൻ, സ്നേഹക്കോടിക്കീഴിൽ വഹിക്കുമവൻ. കരങ്ങളെ ഉയർത്തി യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ. കരങ്ങളെ ഉയർത്തി നന്ദി പറ. കരങ്ങളെ ഉയർത്തി നന്ദി പറഞ്ഞേ. നിന്നെ തകർക്കാൻ ഒത്തിരി സാത്താൻ ശ്രമിച്ചതാ. നിന്റെ ജീവനെ എടുക്കാൻ പിശാച് ഒത്തിരി പരിശ്രമിച്ചതാ. സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ഇട്ട് രാത്രി കൊല്ലാൻ പിശാച് നോക്കിയതാ. സ്ട്രോക്ക് ഉണ്ടാക്കി കിടത്താൻ നോക്കിയതാ. മാരക രോഗങ്ങളെ ഇട്ട് എന്നെ ഈ ലോകത്തുനിന്ന് വെട്ടിമാറ്റാൻ നോക്കിയതാ. ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, നിന്റെ വീടിന്റെ മുൻപിൽ കറുത്ത കൊടി, നിന്റെ ഫോട്ടോ വെച്ച കറുത്ത കൊടി ഉയരേണ്ട കാലം കഴിഞ്ഞു. എന്നാൽ വാളോങ്ങിയ ദുഷ്ടനെ ദൈവം പറഞ്ഞു, തൊട്ടുപോകല്ലേ. നീ നിന്നതല്ല, അവൻ നിന്നെ നിർത്തിയതാണ്. നീ നിന്നതല്ല, അവൻ നിന്നെ നിർത്തിയതാണ്. ദൈവം നിന്നെ നിർത്തിയതാണ്. എന്തിനു ജീവിക്കുന്നു? മരിച്ചാ മതി, ചത്താ മതി എന്നാഗ്രഹിച്ച പലര് ഇന്ന് രാത്രി വിളിയുണ്ട്. എന്നാൽ നിന്നെ കൊല്ലാൻ ശ്രമിച്ച 6000 ഭൂതം, ഗദർദേശത്തെ ആ ചെറുക്കന്റെ മേലുള്ള 6000 ഭൂതം ഒറ്റ വാക്ക് പറഞ്ഞ് അതിനെ പുറത്താക്കിയെങ്കിൽ ഇന്ന് രാത്രി കണ്ണടച്ച് അന്യഭാഷ പറയുന്ന ഈ ജനത്തെ നോക്കി ഞാൻ പറയട്ടെ, കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി അന്യഭാഷ പറയുന്ന, കണ്ണടച്ച് കരങ്ങളെ ഉയർത്തി അന്യഭാഷ പറയുന്ന, കണ്ണടച്ച് കരങ്ങളെ ഉയർത്തി വാ തുറന്ന് അന്യഭാഷ പറയുന്ന ഈ ജനത്തെ നോക്കി പറയട്ടെ, നീ ചില വാക്കുകൾ പറയുമ്പോൾ കൂട്ട വിടുതലുകൾ നടക്കാൻ പോവാ.
പ്രാപിക്കുക, 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 പ്രാപിക്കുക. ശബ്ദമുയർത്തി പ്രാപിക്കുക, ശബ്ദമുയർത്തി പ്രാപിക്കുക, ശബ്ദമുയർത്തി പ്രാപിക്കുക. യെസ്, യെസ്, യെസ്. Yes, yes, yes. ഈ സെഷൻ തുടങ്ങി, ഈ സെഷൻ തുടങ്ങി. ഏത് കൺവെൻഷന് നീ എഴുന്നേറ്റ് നിന്നാലും, ഈ സെഷൻ തുടങ്ങി ഏത് പരസ്യത്തിന് നീ പ്രസംഗിച്ചാലും, ഈ സെഷൻ തുടങ്ങി ഏത് സഭയിൽ നീ ചെന്ന് കയറിയാലും, യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഭൂതങ്ങൾ അലറിയിരിക്കും. ഫയർ, ഫയർ, ടേക്ക് ഇറ്റ്. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒറ്റ മിനിറ്റ്. 6000 ഭൂതം ചെന്ന് 2000 പന്നി കയറി. മർക്കോസ് 5 വീഡിയോ ചെന്ന് വായിച്ചാട്ടെ. 6000 ഭൂതം ചെന്ന് 2000 പന്നി കയറി. ഒരു പന്നിയിൽ ഏറ്റവും കുറഞ്ഞ 3 ഭൂതം ലഭിച്ചെന്നിരിക്കും. ഒരു പന്നിക്ക് 3 ഭൂതം. പക്ഷെ 3 ഭൂതത്തെ ആ പന്നിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പന്നി കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു. പന്നി ചെന്ന് വെള്ളത്തിൽ ചാടി ചത്തു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, 6000 ഭൂതം ഉണ്ടായിരുന്ന ഈ ചെറുക്കൻ എങ്ങനെയാ നിലനിന്നേ? ഈ ചെറുക്കൻ എങ്ങനെയാ സർവേ ചെയ്തേ? 3 ഭൂതം വെച്ചിട്ട് പന്നിക്ക് സർവേ ചെയ്യാൻ പറ്റിയില്ല. ഈ ചെറുക്കൻ എങ്ങനെയാ സർവേ ചെയ്യാൻ പറ്റിയേ? നോക്ക്, എന്റെ കണ്ണി നോക്ക്, കണ്ണുനീര് തുടയ്ക്കാതെ എന്റെ കണ്ണി നോക്ക്. ഞാനും കുറെ കരഞ്ഞിട്ടാ വന്നത്. ഞാനും ഇന്ന് പകല് എൻ്റെ പൊന്നു മക്കളെ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ പ്രസംഗം ഇങ്ങനെയാണ്, പക്ഷെ എൻ്റെ പ്രാർത്ഥന ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാ. എൻ്റെ പ്രാർത്ഥന ഉറച്ച നിലവിളിയും കണ്ണുനീരുവാ. ഈ ചെറുക്കൻ നിലനിന്നത് അങ്ങനെയാ. 3 ഭൂതം വെച്ചിട്ട് ഈ പന്നിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പന്നി വെള്ളത്തിൽ ചാടിച്ചെത്തു. എങ്ങനെ ചെറുക്കൻ നിന്നേ? കർത്താവ് പറഞ്ഞു, എനിക്ക് അവനെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. എവരെക്കുറിച്ച്? ദൈവത്തിന് ഈ സഹോദരന്മാരെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഈ സഹോദരന്മാരെ കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഉദ്ദേശം നിന്നെക്കുറിച്ചുണ്ട്, നിന്റെ വീടിനെ കുറിച്ചുണ്ട്, നിന്റെ മക്കളെ കുറിച്ചുണ്ട്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിന്റെ ബന്ധുക്കൾക്ക് ഇതുവരെ സർപ്രൈസ് ആണ്, നിന്റെ നാടിന് ഇതുവരെ സർപ്രൈസ് ആണ്. ഞാൻ അവസാനിപ്പിച്ചു. ലാസ്റ്റ് സെന്റൻസ്. അവന് സുബോധം പ്രാപിച്ചു, വസ്ത്രം ധരിച്ച് സുബോധം പ്രാപിച്ച് യേശുവിന്റെ പാദത്തിരിക്കുക. വസ്ത്രം ധരിച്ച് സുബോധം പ്രാപിച്ച് യേശുവിന്റെ പാദത്തിലിരിക്കുക. എൻ്റെ കൂട്ടുവേലക്കാർ, എൻ്റെ സഹോദരന്മാരെല്ലാവരും കേൾക്കണം. നമ്മൾ മൈക്ക് എടുക്കുന്നതിന് മുൻപ് പോലെയല്ല നമ്മൾ മൈക്ക് വെച്ച് കഴിയുമ്പോൾ ചർച്ചിൽ ഉണ്ടാകുന്നത്. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. അവൻ വസ്ത്രം ധരിച്ച് സുബോധം പ്രാപിച്ച് യേശുവിൻ്റെ പാദത്തിലിരിക്കുക. കർത്താവ് യേശു ക്രിസ്തു അവിടെ നിന്ന് പോകുമ്പോൾ, അവിടെ നിന്ന് 12 പേര് പോ. ആ ബോട്ടിലേക്ക് കയറുമ്പോൾ ഈ ചെറുക്കൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനും കൂടെ വരട്ടാ, ഞാനും കൂടെ വരട്ടാ. എൻ്റെ പിൻപിൽ 10 പട്ടണമുണ്ട്.
പട്ടണത്തിൽ നിറയെ ആൾക്കാരും ഉണ്ട്, പക്ഷെ എന്നെ കാത്തിരിക്കാൻ ആരുമില്ല. എന്നെ പരിഹസിക്കാൻ ധാരാളം പേരുണ്ട്, എന്നെ കുറ്റം പറയാൻ ധാരാളം പേരുണ്ട്, പക്ഷെ എന്നെ കാത്തിരിക്കാൻ ആരുമില്ല. ഞാനും കിടന്നു വരട്ടാ, ഞാനും വരട്ടാ. ഞാൻ എൻ്റെ തിരുവനന്തപുരം ബുദ്ധി വിചാരിച്ചു, ബാക്കിയുള്ള 12 പേരെ യേശു വിളിച്ചിട്ടാ വന്നേ. പക്ഷെ ഇവിടെ ഇതാ ഒരുത്തൻ വിളിക്കാതെ വോളണ്ടിയറായി പറയുന്നു, ഞാനും കൂടെ വരട്ടാ. പക്ഷെ യേശു പറഞ്ഞു, ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നോ, ഗോ ഹോം ആൻഡ് ഷോ യുവർസെൽഫ്. നോ, നീ വീട്ടിൽ പോയി നിന്നെ തന്നെ കാണിക്കുക. നിന്ദിച്ചവരൊന്ന് കാണട്ടെ. കമൺ കമൺ കമൺ. നിന്ദിച്ചവരൊന്ന് കാണട്ടെ, കുറ്റം പറഞ്ഞവരൊന്ന് കാണട്ടെ, പരിഹസിച്ചവരൊന്ന് കാണട്ടെ, ഒറ്റപ്പെടുത്തിയവരൊന്ന് കാണട്ടെ, നിന്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവരൊന്ന് കാണട്ടെ, യേശുവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിന്നിലൂടെ അവരൊന്ന് കാണട്ടെ, കർത്താവ് ജീവിക്കുന്നവനെന്ന് നിന്റെ വീട്ടിലൂടെ എല്ലാവരും ഒന്ന് കാണട്ടെ, ദൈവത്തിന്റെ വീര്യപ്രവൃത്തി അവരൊന്ന് നിന്റെ ജീവിതത്തിലൂടെ കാണട്ടെ, നിന്റെ ഭാവിയിലൂടെ ദൈവത്തിന്റെ അത്ഭുതം അവരൊന്ന് കാണട്ടെ. നിന്ദകൾ ഉരുണ്ടു മാറുന്നു, നിന്ദകൾ ഉരുണ്ടു മാറുന്നു. യേശുവിന്റെ നാമത്തിൽ ഗിൽഗാൽ ഗിൽഗാൽ ഗിൽഗാൽ. നിന്ദകൾ ഉരുണ്ടു മാറുന്നു, ജീവിതങ്ങളിൽ നിന്നും നിന്ദകൾ ഉരുണ്ടു മാറുന്നു, ഭാവികളിൽ നിന്നും നിന്ദകൾ ഉരുണ്ടു മാറുന്നു, വീടുകളിൽ നിന്നും നിന്ദകൾ ഉരുണ്ടു മാറുന്നു, ശുശ്രൂഷകളിൽ നിന്നും നിന്ദകൾ ഉരുണ്ടു മാറുന്നു. ബൈബിൾ പറയുന്നു, ബൈബിൾ പറയുന്നു, ബൈബിൾ പറയുന്നു, 10 പട്ടണത്തിൽ അവൻ പോയി ഘോഷിച്ചു തുടങ്ങി, സുവിശേഷം ഘോഷിച്ചു തുടങ്ങി. 10 പട്ടണങ്ങൾ അവൻ ഘോഷിച്ചു തുടങ്ങി. ഈ അനോയിന്റിംഗ് ഇന്ന് രാത്രി ഈ ശുശ്രൂഷയുടെ മേൽ ഞാൻ ഒരിക്കൽ കൂടെ റിലീസ് ചെയ്യുന്നു. പട്ടണങ്ങളിൽ ഘോഷിച്ചു തുടങ്ങും, പട്ടണങ്ങളിൽ ഘോഷിച്ചു തുടങ്ങും. ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല, ഗ്രൗണ്ടുകളിൽ ഘോഷിച്ചു തുടങ്ങും, ഗ്രൗണ്ടുകളിൽ ഘോഷിച്ചു തുടങ്ങും. സുവിശേഷ ഘോഷം, സുവിശേഷ ഘോഷം, സുവിശേഷ ഘോഷം, സുവിശേഷ ഘോഷം, സുവിശേഷ ഘോഷം. Come on, വായു തുറന്ന ശക്തിയോടെ ഏറ്റെടുക്ക സുവിശേഷ ഘോഷം. ഏത് പട്ടണത്തിൽ നീ നിന്ദിക്കപ്പെട്ടോ ആ പട്ടണത്തിൽ നിന്റെ പേരൊരു ഉണർവുണ്ട്. ഏത് പട്ടണത്തിൽ നീ ഒറ്റപ്പെട്ടോ ആ പട്ടണത്തിൽ നിനക്കൊരു വിടുതലിന്റെ ശുശ്രൂഷയുണ്ട്. ഏത് പട്ടണത്തിൽ നീ മുറിവേറ്റോ ആ പട്ടണത്തിൽ നീ അനുഗ്രഹമായിരിക്കും. ഏത് പട്ടണത്തിൽ നീ താഴ്ത്തപ്പെട്ടോ ആ പട്ടണത്തിൽ അഭിഷേകം 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 തന്ന് ദൈവം തന്നെ മാനിക്കുവാൻ പോകുന്നു. ഏത് പട്ടണത്തിലാണോ നിന്റെ തല കുനിഞ്ഞത് അതേ പട്ടണത്തിൽ നിന്റെ തല ഉയരുവാൻ പോകുന്നു. ഏത് പട്ടണത്തിലാണോ നീ തോറ്റെന്നവർ പറഞ്ഞത് അതേ പട്ടണത്തിൽ ജയത്തിന്റെ കൊടിയെ, ജയത്തിന്റെ കൊടിയെ, ജയത്തിന്റെ കൊടിയെ യേശു നിനക്കായി ഉയർത്തുന്നു. കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച് ശക്തിയോടെ അന്യഭാഷ പറഞ്ഞ്, ശക്തിയോടെ വായു തുറന്ന്, ശക്തിയോടെ വായു തുറന്ന്. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നു രക്ഷ കൽപ്പനയതാ,
ചെയ്യും നാം. ദേഹം ദേഹിയെല്ലാം ഒന്നായി വേല ചെയ്യും നാം. ചേർന്ന് യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും. യേശു എന്ന നാമം, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. പാടി പുകഴ്ത്തിടാം, പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും എന്നും മറ യേശു ഇന്നലെയും ഇന്നും എന്നും മറ യേശുവേ നാം പാടി പുകഴ്ത്താം. ചേർന്ന് പാടാം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. യേശുവെ പോൽ ആരുമില്ല. എന്റെ യേശുവെ പോൽ ആരുമില്ല. യേശുവെ പോൽ ആരുമില്ല. എന്റെ യേശുവെ